നമസ്കാരം. മീഡിയ ഫോറിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തദ്ദേശപ്പോര് ഇന്ന് എത്തി നിൽക്കുന്നത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലാണ്. അവണിശ്ശേരിയും വല്ലച്ചിറയും പാറളവും ചേർപ്പും കഴിഞ്ഞ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് തെരഞ്ഞെടുപ്പിൻ്റെ സംവാദങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനി നിശബ്ദ പോരാട്ടത്തിൻ്റെ സമയമാണ്. തെരഞ്ഞെടുപ്പ് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുവാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സമയമാണ്. 13-ന് ഫലം പുറത്തു വരും. കേവല ദൂരം മാത്രമേയുള്ളൂ. പക്ഷേ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ, വികസന കോട്ടങ്ങളെല്ലാം ഈ ഒരു തുടർ ചർച്ചകളിലൂടെ ഞങ്ങൾ ഉയർത്തി കാണിച്ചപ്പോൾ അതിന് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ വന്ന് ആ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുകയും അതിലൂടെയെല്ലാം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഈ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടത്തുവാൻ അത് ഭരിക്കുന്ന പാർട്ടി, പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ആര് തന്നെയാവട്ടെ, അവർക്ക് സാധിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. ഒപ്പം ഭരണപക്ഷമാണെങ്കിലും, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊന്നും പ്രതിപക്ഷമില്ലെങ്കിൽ തന്നെയും, ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ക്രിയാത്മകമായി സമൂഹത്തിൽ ഇടപെടുമ്പോഴാണ് കൂടുതൽ വികസന പ്രവർത്തനങ്ങളിലേക്ക് വരിക. 3 രാഷ്ട്രീയ പാർട്ടികളും മുന്നിലേക്ക് വെച്ച ആശയങ്ങളോടെല്ലാം പൂർണ്ണമായ സമ്മതത്തോടും പൂർണ്ണ പിന്തുണയും മീഡിയ ഫോർ നൽകുകയാണ്. അപ്പോൾ ചേർപ്പ് പഞ്ചായത്തിന് കഴിഞ്ഞ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന മുഴുവൻ പേർക്കുമുള്ള നന്ദി ഇത്തരണത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തദ്ദേശപ്പോര് ബ്ലോക്ക് പഞ്ചായത്തോടുകൂടി സമാപിക്കുകയാണ്. തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഉള്ളറകളിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഞങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അന്നും ഒപ്പം തന്നെ ഫലപ്രഖ്യാപനത്തിൻ്റെ അന്നും തത്സമയം പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏറ്റവും വിപുലമായ ക്രമീകരണങ്ങൾ ഈ കുറി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളായ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവിധ പിന്തുണയും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. LDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്നേഹം നിറഞ്ഞ പതിവ് പോലെ നമ്മുടെ മീഡിയ ഫോറിൻ്റെ സന്തത സഹചാരിയാണ് സെബി ജോസഫ് ആണ് എത്തിയിരിക്കുന്നത്. സെബിയേട്ടാ, സ്വാഗതം. ഒപ്പം തന്നെ UDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്നേഹം നിറഞ്ഞ ജേക്കബ് സാറാണ് എത്തിയിരിക്കുന്നത്. CEO ജേക്കബ് അവർ, സ്വാഗതം. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം സജീവ സാന്നിധ്യമാണ്, നമ്മുടെ സന്തത സഹചാരിയാണ് മീഡിയ ഫോറിൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ഹരിപ്രസാദ് അവറുകളാണ് ചേരുന്നത്. സ്വാഗതം. ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. സിബിയേട്ടനോടാണ്. പാർലം പഞ്ചായത്തും അവണിശ്ശേരി പഞ്ചായത്തും വല്ലച്ചിറ പഞ്ചായത്തും ചേർപ്പ് പഞ്ചായത്തും പിന്നിട്ട് ചേർപ്പ് ബ്ലോക്കിലെത്തി നിൽക്കുകയാണ്. സമസ്ത മേഖലകളിലൂടെയും ഞങ്ങൾ അതിൻ്റെ ചർച്ചകൾ പോകുന്നുണ്ട്. അതിൽ ജനം ചോദിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ, മറ്റു രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാം തന്നെ ഈ ചർച്ചയിൽ സജീവമാണ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ LDFൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. LDF ഈ കഴിഞ്ഞ 5 വർഷം മികച്ച ഒരു പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു എന്ന് അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഒന്ന് വിലയിരുത്താമോ? ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു മാതൃകാ ബ്ലോക്ക് പഞ്ചായത്താണ്. ശ്രീമാൻ AK രാധാകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലം വളരെ വലിയ വികസന വിപ്ലവമാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിർത്തിയിലുള്ള 4 പഞ്ചായത്തുകളിലായിട്ട് നടന്നിട്ടുള്ളത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ പെടുന്ന 4 പഞ്ചായത്ത്: 1 ചേർപ്പ്, 2 വല്ലച്ചിറ, 3 അവണിശ്ശേരി, 4 പാറളം. ഇവിടെ 1,03,859 പേരാണ് ഈ 4 പഞ്ചായത്തിലായിട്ട് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത്. കഴിഞ്ഞ 5 കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ പ്രവർത്തനം ഏറെ ശ്ലാഘനീയമായിരുന്നു. അതിനൊരു കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത്, കക്ഷി രാഷ്ട്രീയത്തിനതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലം AK രാധാകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഒരു അഴിമതി ആരോപണം പോലും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള കോൺഗ്രസിനോ BJPക്കോ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സമരം പോലും അഴിമതി ആക്ഷേപം ഉന്നയിച്ച് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ BJPക്കോ കോൺഗ്രസിനോ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല.
ഇവിടെ ചേർപ്പ് ഗവൺമെൻറ് ആശുപത്രി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഏറ്റവും പ്രധാന സ്ഥാപനമാണ് ചേർപ്പ് ഗവൺമെൻറ് ആശുപത്രി. ഇപ്പോൾ ചേർപ്പ് ഗവൺമെൻറ് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഖ്യമായി ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ്. വലിയ മാറ്റം ചേർപ്പ് ഗവൺമെൻറ് ആശുപത്രിക്ക് ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. കുറേ കാലമായി ഈ ചേർപ്പ് മേഖലയിലെ ജനങ്ങളുടെ ഒരു മുറവിളിയായിരുന്നു 24 മണിക്കൂർ ചേർപ്പ് ഗവൺമെൻറ് ആശുപത്രി പ്രവർത്തിക്കുന്നില്ല എന്ന ആക്ഷേപം. ആ ആക്ഷേപം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചേർപ്പ് ഗവൺമെൻറ് ആശുപത്രി 24 മണിക്കൂർ ഡോക്ടർമാരുണ്ട്. 2 ഡോക്ടർമാരെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് പണം കൊടുത്ത് ശമ്പളം കൊടുത്ത് ഇവിടെ സ്പെഷ്യലായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അതുപോലെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇവിടെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഹെൽത്ത് വിഭാഗം 35 ലക്ഷം രൂപ ഉപയോഗിച്ച് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പബ്ലിക് ഹെൽത്ത് വിഭാഗത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആശുപത്രി, ചേർപ്പ് ഗവൺമെൻറ് ആശുപത്രിയിൽ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം നടന്നത് ലാബ് ഹബിൻ്റെ ഉദ്ഘാടനം നടന്നു. എല്ലാ തരം പരിശോധനയും നമുക്കറിയാം. നമ്മുടെ ലാബ് പരിശോധന ഇന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളടക്കം ചെറിയ പനി വരുമ്പോഴും ചെറിയ അസുഖങ്ങൾ വരുമ്പോഴും ലാബ് ടെസ്റ്റ്, പലതരം ടെസ്റ്റ് നടത്തുക സാധാരണയാണ്. അത് വലിയ ചിലവുള്ളൊരു കാര്യമാണ്. അത് സൗജന്യമായി ചെയ്യാൻ വേണ്ടി ഒരു ലാബ് ഹബ്ബ് തന്നെ ഇവിടെ ചേർപ്പ് ഗവൺമെൻറ് ആശുപത്രിയിൽ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വർഷം ചേർപ്പ് ഗവൺമെൻറ് ആശുപത്രിയിൽ 50 ലക്ഷം രൂപയുടെ മരുന്ന് പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും ചേർപ്പ് ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരുക്കുന്നതിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വിജയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ബഡ്സ് സ്കൂളാണ്. പാർലം പഞ്ചായത്തിലെ വെങ്ങിണിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂള്. ഈ ബഡ്സ് സ്കൂള് രാജ്യത്തിന് മാതൃകയാണ്. നേരത്തെ VR സരള പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം, അവാർഡ്, രാജ്യത്തെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള അംഗീകാരം ലഭിക്കാൻ കാരണമായത് ഈ ബഡ്സ് സ്കൂള് ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. 2006 ബഡ്സ് സ്കൂള് ആരംഭിച്ചിട്ടുള്ളത്. ഈ ബഡ്സ് സ്കൂളിൽ ഇന്ന് വളരെ ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ 2 ടീച്ചർമാരുണ്ട്, 3 ആയമാരുണ്ട്, 70ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒരു ഡാൻസ് ടീച്ചർ, ഒരു സ്ലീപ്പ് തെറാപ്പി ടീച്ചർ, അതുപോലെ മാസം തോറും ഡോക്ടർമാർ ഈ കുട്ടികളെ പരിശോധിക്കുക, സൗജന്യമായി ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുക. അങ്ങനെ ബഡ്സ് സ്കൂൾ നമ്മുടെ 4 പഞ്ചായത്തിലെ ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ആശ്രയമായി ബഡ്സ് സ്കൂൾ മുന്നോട്ട് പോവുകയാണ്. 2 ബസ്സുണ്ട്. ഇപ്പോൾ ചേർപ്പ്, വല്ലച്ചിറ, അവണിശ്ശേരി, പാർളം 4 പഞ്ചായത്തുകളിൽ നിന്ന് ഈ ബഡ്സ് സ്കൂളിലേക്ക് ഈ കുട്ടികളെ ഇന്ന് കൊണ്ടുവരുന്ന സംവിധാനമുണ്ട്. വളരെ സുഗമമായി ബഡ്സ് സ്കൂൾ മുന്നോട്ട് പോവുകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ സംഭാവനയാണ്. രാജ്യം ചർച്ച ചെയ്ത വിഷയമാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂള്. 2 തവണ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് രാജ്യത്തെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്ത് എന്ന അംഗീകാരം ലഭിക്കാൻ, സമ്മാനം ലഭിക്കാൻ കാരണമായത് ഈ ബഡ്സ് സ്കൂളാണ്. അതുപോലെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖലയിലും, അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് കൊടുക്കുന്ന മേഖലയിലും, അതുപോലെ പട്ടികജാതി പട്ടികവർഗ മേഖലയിലും, യുവജന കായിക വിനോദ മേഖലയിലൊക്കെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കി ആവേശകരമായി മുന്നോട്ട് പോവുകയാണ്. വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നേരത്തെ 13 വാർഡാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു വാർഡ് വർദ്ധിച്ചു, 14 വാർഡ് ആയിട്ടാണ് ഇപ്പോൾ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ
മത്സരം നടക്കുന്നത്. 14 വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുള്ള ഒരു അന്തരീക്ഷമുണ്ട്. ചേർപ്പ്, പാറളം, വല്ലച്ചിറ, അവണിശ്ശേരി പഞ്ചായത്തുകളിലെ ഗ്രാമപഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനത്തിന് അർഹതപ്പെട്ട വിഹിതം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ SC സങ്കേതങ്ങളിലും അതുപോലെ പല മേഖലകളിലും പുതിയ റോഡ്, പുതിയ വീടിൻ്റെ നിർമ്മാണം, അതുപോലെ പഠനമുറി കൊടുക്കൽ, അങ്ങനെ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ ആക്ഷേപരഹിതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറെ ആവേശം നൽകുന്നത്. തീർച്ചയായിട്ടും ഞാൻ UDFൻ്റെ പ്രതിനിധിയിലേക്ക് കടക്കുകയാണ്. സിബേട്ടൻ പറഞ്ഞ പോലെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രഥമഗണന എന്ന് നൽകുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ സമീപത്തുള്ള ചേർപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാണ്. അവിടെ ഇപ്പോൾ നിലവിലെ ഡോക്ടർമാരുടെ സേവനത്തെക്കുറിച്ച് പറഞ്ഞു, പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് പറഞ്ഞു. അതിലെന്തെങ്കിലും ആക്ഷേപമുണ്ടോ? 2, കാർഷിക മേഖല, പ്രത്യേകിച്ച് അറിയാം പാർലം, അങ്ങ് ഉൾപ്പെടുന്ന പാർലം ഗ്രാമപഞ്ചായത്ത് കോൾപ്പടവുകളുടെ നാടാണ്. കാർഷിക മേഖല ഏറ്റവും കൂടുതലായിട്ട് ഉയരങ്ങളിലേക്ക് വരേണ്ട സ്ഥലമാണ്. ഈ ബ്ലോക്ക് തലത്തിൽ ഉള്ള സമീപനം എങ്ങനെയായിരുന്നു? നിലവിലുള്ള ഈ 5 വർഷത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇതിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനല്ല, കേരളത്തിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും തനിത ഫണ്ടില്ല. ഈ ഫണ്ട് തരുന്നതെല്ലാം ഒന്നുകിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്. അതാണ് സ്വാഭാവികമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. അതിൽ ഏറ്റവും വലിയ പ്രാധാന്യം ഇവിടെ പറഞ്ഞതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ ചെയ്ത് തീർക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആശുപത്രിയാണ്. അതിലെ ഏറ്റവും പ്രധാന ആരോഗ്യ മേഖലയാണ് അത്. ചേർപ്പിലെ ആരോഗ്യ ആശുപത്രി തന്നെയാണ്. അവിടെ വർഷങ്ങളായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് വന്നതിന് ശേഷം കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കെട്ടിടങ്ങൾക്കൊരു കുറവും ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സുരക്ഷിതത്വമില്ല. അവിടെ രോഗികൾക്ക് അവിടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുമ്പോൾ കിടത്തി ചികിത്സിക്കുന്ന അവസ്ഥ വന്നാൽ നമ്മുടെ അടുത്ത കാലത്ത് നിങ്ങളടക്കം പറഞ്ഞ പട്ടികൾ കയറിയിറങ്ങുന്ന ഒരു സ്ഥലമായി വരുന്നു. പാമ്പുകൾ വരെ ഉണ്ടായിരുന്ന ഏറ്റവും വേദനാജനകമായ ഒരു സാഹചര്യം അവിടെ ആശുപത്രിയിൽ കിടന്ന് രോഗികൾക്കുണ്ടായിരിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം അവിടെ ഗൈനക്കോളജിസ്റ്റ് ഇപ്പോൾ ഏറ്റവും നമ്മൾ ആശ്രയിക്കുന്നത് സ്ത്രീകൾക്ക് പ്രസവം വന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ ഇന്ന് തൃശ്ശൂർക്ക് തന്നെ പോകണം. ഇവിടെ നല്ല ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ കുറവ് പലപ്പോഴും ഇല്ല. വന്നാൽ തന്നെ കുറച്ച് നാളിരിക്കും അവർ പോകും. അത് വലിയ ഒരു പോരായ്മയാണ്. പിന്നെ ഇവിടെ 24 hours ഡോക്ടർമാരുണ്ട് എന്ന് പറയുന്നതിനോട് ഞാനൊന്നും എതിർക്കുന്നില്ല. പക്ഷേ എല്ലാ ദിവസങ്ങളിലും ആ സംവിധാനം ഇല്ല. പലപ്പോഴും ഡോക്ടർമാരില്ലാത്ത നിരവധി സമയങ്ങളുണ്ടായിട്ടുണ്ട്. നിരവധി അതിൻ്റെ പേരിൽ മെഡിക്കൽ കോളേജിൽ പോയി രോഗികൾ മരിക്കാൻ വരെ സാധ്യതയുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ പലപ്പോഴും ഡോക്ടർമാരില്ലാത്ത, പകൽ പോലും ഡോക്ടർമാരില്ലാത്ത സാഹചര്യങ്ങൾ നിരവധിയാണ്. ആ ആശുപത്രിയുടെ മുന്നിൽ നടന്ന സമരങ്ങൾ നിരവധിയാണ്. അത് സ്വാഭാവികമായി അതിനൊരു അടുക്കും ചിട്ടയും പൂർവ്വകാലത്ത് കുറച്ചും കൂടി ഇന്നത്തേക്കാളും കുറച്ചും കൂടി നന്നായി നേരത്തെയുള്ള ബ്ലോക്ക് പഞ്ചായത്തുകൾ ശ്രമിച്ചിരുന്നു നന്നാക്കാൻ. ഇപ്പോഴത്തെ ആളുകൾ അതിന് പൂർണ്ണമായ താല്പര്യം കൊടുക്കുന്നില്ല. 5 വർഷമായിട്ട് പറയുന്ന ഞാനെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം അവിടെ നന്നാക്കുന്നതിനാവശ്യമായ നടപടികൾ ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്നില്ല എന്നാണ് അതാണ് എൻ്റെ ഒന്ന് കാര്യം. പിന്നെ സെബി പറഞ്ഞ ബഡ്സ് സ്കൂളിനെ കാര്യം ശരിയാണ്, കേരളത്തിന് തന്നെ മാതൃകാപരമായ ഒരു കാര്യമാണ്. പക്ഷേ അത് ഡെവലപ്പ് ചെയ്തത് ഈ ബഡ്സ് സ്കൂളിൽ ഈ ടീച്ചർമാരെ വെച്ചത്, ആ വിദ്യാലയം ഡെവലപ്പ് ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അവർക്ക് ഫണ്ട് അനുവദിച്ച് അതിൽ ആദ്യമായി അധ്യാപകരെ വെച്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്ന, ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ആ സർക്കാർ ചെയ്ത ഒരു വലിയ കാര്യമാണ് അന്ന് കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലും ബഡ്സ് സ്കൂളുകൾ തുടങ്ങാനുള്ള സൗകര്യം കൊടുത്തു.
കാലക്രമേണ വന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾ അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ ഇതിന് തുടക്കം കുറിച്ചത് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഈ ബഡ്സ് സ്കൂളിൽ വെങ്ങണിശ്ശേരി ഉദ്ഘാടനം ചെയ്തത് ആരാധനായ ഉമ്മൻചാണ്ടി സാറാണ്. ഈ ബഡ്സ് സ്കൂൾ ആദ്യമായി അതിൻ്റെ കെട്ടിട ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ് ഈ പല രംഗങ്ങളിൽ ഇത്ര ശ്രവണശേഷിയില്ലാത്ത ആളുകൾ, അതുപോലെ മറ്റു നമ്മുടെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട പോരായ്മ ഉള്ള ആളുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ വിദ്യാലയത്തിന് അധ്യാപകരുണ്ടായത്, അതിന് കെട്ടിടമുണ്ടായത്, അതിന് സാമ്പത്തിക സഹായം കേരള ഗവൺമെൻറ് സെപ്പറേറ്റ് കൊടുത്ത്. തീർച്ചയായും അതൊരു നന്നായി ഡെവലപ്പ് ചെയ്യാൻ പിന്നീട് വന്ന ആളുകൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഞങ്ങളൊക്കെ ഞാനും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഒരാളാണ്, അതുകൊണ്ട് പറയാം. പ്രത്യേകിച്ച് ചേർപ്പ് ബ്ലോക്കിൽ ഞങ്ങളൊക്കെ അന്ന് കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ആ റോഡാണ് നമ്മുടെ ശാസ്താംകടവ്, മനക്കൊടി, അതുപോലെ തന്നെ പുള്ളി റോഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് വർഗീസ് കണ്ണംകുളത്തി. ഞാൻ പറയട്ടെ, തൃശ്ശൂർ ഇപ്പോൾ ഡെപ്യൂട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന വർഗീസ് കണ്ണംകുളത്തി ചെയർമാനായിരിക്കുന്ന കാലത്താണ് തുടക്കം കുറിച്ചത്. അന്ന് ഞങ്ങൾക്ക് നല്ല ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ നാടിൻ്റെ കാർഷിക രംഗം വികസിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ കണിമംഗലത്തുള്ള പാടം, ആ പാടവും ചിയ്യാരവുമായി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ബണ്ട് റോഡ് പോലെ ചെറിയ റോഡായിരുന്നു. അവിടെ ആദ്യമായി പണം അനുവദിച്ചത് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് യഥാർത്ഥ രീതിയിൽ വിനിയോഗിക്കാൻ, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ മനസ്സിലന്നുണ്ടായിരുന്നത് കർഷകരുടെ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ എല്ലാ കാര്യങ്ങളും, നെല്ലായാലും തേങ്ങ ആയാലും പച്ചക്കറി ആയാലും സംഭരിക്കാനും വിപണനത്തിനും ഒരു സ്ഥലം വേണമെന്നാണ്. അത് ബ്ലോക്ക് പഞ്ചായത്തിൽ തുടങ്ങി, ഇപ്പം അതില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ ആ സംവിധാനം നമ്മൾ സംഭരിക്കുന്ന നമ്മുടെ ഇത്തരം കാര്യങ്ങൾ, പച്ചക്കറി ആയാലും മറ്റു സാധനങ്ങളായാലും കൃഷിക്കാരുടെ സാധനങ്ങൾ സംഭരിക്കാനുള്ള സംവിധാനം കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ അത് കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വലിയ ലക്ഷ്യത്തോടെ നമ്മൾ തുടങ്ങിയതാണ്. അത് കുറേശ്ശെ കുറഞ്ഞ് ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് നമ്മളന്ന് ഉദ്ദേശിക്കുന്നത്, അന്ന് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം ഈ ബ്ലോക്കിലുള്ള ഈ പഞ്ചായത്തുകളിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ വന്ന് വയ്ക്കുകയും അവിടെ നിന്ന് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ അത് കൊണ്ടു നടക്കാൻ പിന്നീട് വന്ന പല ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും കഴിഞ്ഞില്ല എന്നുള്ളത് വേദനാജനകമായ സാഹചര്യമാണ്. മറ്റൊരു കാര്യം, ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടുന്ന ചില റോഡുകൾ, ഇത് കഴിഞ്ഞിട്ട് റോഡുകൾ എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ റോഡുകൾക്ക് മാറ്റിവെക്കുന്ന ഫണ്ട് ഇപ്പം തീരെ ഇല്ലാതായിരിക്കുക. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കൊടുക്കാവുന്ന പദ്ധതി വിഹിതം യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അന്ന് കാലത്ത് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് സംവിധാനമുള്ള കാലത്ത് പോലും ലൈഫ് പദ്ധതി പിന്നീട് വന്നെങ്കിലും ആ പദ്ധതി പ്രകാരം വീട് കൊടുക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആ അധികാരം ഇന്ന് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അത് പറയുന്നത് പഞ്ചായത്തിന് കൊടുക്കുന്നതാണ്, പക്ഷെ ലൈഫ് പദ്ധതി നടപ്പിലാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് പറ്റുന്നില്ല. ഇത് കാണുന്ന ആൾക്കാർക്ക് പലർക്കും ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്താണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ബ്രിഡ്ജാണ്. ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന സർക്കാർ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ, ഈ സർക്കാരുകളുടെയൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സെബി സാറ് സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ എന്നെ മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ, ബ്ലോക്ക് പഞ്ചായത്തിന് പഞ്ചായത്ത് പോലെ തനതായിട്ടുള്ളൊരു ഫണ്ടില്ല, ടാക്സ് കളക്ഷനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പദ്ധതികൾ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി ഗ്രാമപഞ്ചായത്തായിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ശരിക്കും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ പദ്ധതികൾ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ നാടിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബ്ലോക്കിൻ്റെ. 5 വർഷത്തിന് അങ്ങയുടെ കാഴ്ചപ്പാടിൽ അത്തരത്തിലൊരു ഫലപ്രദമായ ഒരു കാര്യങ്ങളിലേക്ക് തീർച്ചയായിട്ടും പറഞ്ഞാൽ ഫ്ലക്സ് വെച്ചതൊഴിച്ച് ഒരു വികസനവും ഈ നാട്ടിൽ എവിടെയും നടന്നിട്ടില്ല. ഫ്ലക്സ് ധാരാളം ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ സബിചേട്ടൻ 5.5 കോടിയുടെ വികസനം ചേർപ്പ് ഗവൺമെൻറ് ആശുപത്രിയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്.
അദ്ദേഹം അത് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അതൊന്ന് പറയുന്നത് വ്യക്തമാക്കി എന്നുള്ളത് തരാമോ? അതായത് ഒരു മിനിറ്റ്, കെട്ടിടങ്ങളാണോ ഞാൻ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിലേക്ക് ശരി, പോവാം. ശരി. കാരണം ഇപ്പോൾ നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മീഡിയ ഫോറിന് പോയി നോക്കാം. നമ്മളുടെ മഹാത്മാ മൈതാനത്തിന്റെ അവിടെ ഒരു ഫ്ലക്സ് ഇരിക്കുന്നുണ്ട്. 1 കോടി രൂപ അനുവദിച്ചു. 1 കോടി രൂപയുടെ വികസനം മഹാത്മാ മൈതാനം MLA-യുടെ പടമാണ് അതിൽ വെച്ചിരിക്കുന്നത്. മഹാത്മാ മൈതാനത്തിന്റെ വികസനം എന്നാണ്. ഇപ്പോഴും ആ ഫ്ലക്സ് അവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതി ചേർപ്പിലെ മറ്റേ ആശുപത്രിയിൽ നടപ്പാവുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ഷീറ്റ് മേയുന്നുണ്ട്. മുകളിൽ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റേ ലാബിന്റെ ഒരു ഫെസിലിറ്റി വരുന്നുണ്ട്. 2.5 കോടി രൂപ മറ്റേ ആശുപത്രി വികസനത്തിന് അനുവദിച്ചതായിട്ട് ഫ്ലക്സ് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ നോക്കിയാൽ ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൽ ഫുട്ബോൾ ഗ്രൗണ്ടും കളിസ്ഥലവും നിർമ്മിക്കാനായിട്ട് 1.5 കോടി അനുവദിച്ചതായിട്ട് ഫ്ലക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളുടെ മറ്റേ തൃപ്രയാർക്ക് പോകുന്ന വഴിയിൽ ചെറക്കലെത്തുന്നതിന് മുമ്പ് പാലത്തിൻ്റെ തൊട്ട് മുമ്പ് ഹൈറ്റ് കൂട്ടാൻ അവിടെ ഇഞ്ചമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ 4 കോടി ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ഫ്ലക്സുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയാണല്ലോ നമ്മൾ വളരെ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ്. ആശുപത്രിയിൽ സത്യത്തിൽ 86 കിടക്കയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കിടക്കയിൽ ഒരു രോഗിയെ പോലും അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. വൈകുന്നേരം ഡോക്ടറുണ്ട്. നിങ്ങൾ നേരിട്ടിട്ട് വൈകുന്നേരം മീഡിയ ഫോറിന് പോയി പരിശോധിക്കാം. ഒരു മുള്ളുകൊണ്ട രോഗത്തിന് ചെന്നാൽ പോലും ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന ഡോക്ടറാണ് അവിടെ ഇരിക്കുന്നത്. ഫാർമസിയിലെ മരുന്ന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും വിതരണം ചെയ്യുന്നുണ്ട്. ഫാർമസിയിൽ പാരസിറ്റമോളും അതുപോലെ ഷുഗറിൻ്റെയും മറ്റും ടാബ്ലറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അത് ഇവിടെയും കൊടുക്കപ്പെടുന്നു. പ്രസവം ഉൾപ്പെടെ, മോർച്ചറി ഉൾപ്പെടെ, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ, ഓർത്തോപീഡിക് സർജൻ ഉൾപ്പെടെ പ്രസിദ്ധനായിട്ടുള്ള ജോസ് ഡോക്ടറൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആശുപത്രിയാണിത്. ഇത് ചിറ്റൂർ മനക്കിലെ തമ്പരാക്കന്മാർ സൗജന്യമായിട്ട് ഏകദേശം 1-2 ഏക്കർ ഭൂമി ചേർപ്പിൻ്റെ ഹേർട്ട് ഓഫ് ദ ടൗണിൽ ജനത്തിന് വേണ്ടി കൊടുത്തിട്ട് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കുറച്ച് ബിൽഡിങ് ആശുപത്രിക്ക് ആവശ്യം ബിൽഡിംഗ് അല്ല, അവിടെ ആവശ്യം ചികിത്സ. ഓപ്പറേഷൻ തിയേറ്റർ എന്നുള്ള ഒരു ബോർഡ് അവിടെ കാണാം എന്നുള്ളതല്ലാതെ അതിന്റെ അകത്തേക്ക് ഇതുവരെ ഒരാളെ കയറ്റിയതായിട്ടോ. ഇത് പറയണ യാഥാർത്ഥ്യം എന്ന് നോക്കിക്കഴിഞ്ഞാല് എൻഡിയുടെ നേതൃത്വത്തിലെ BJP-യുടെ നേതൃത്വത്തിലെ ഒരു രാപ്പകൽ സമരം നടത്തിയത് അവിടെ നിൽക്കുന്ന UDF-ന്റെ പ്രതിനിധി ജേക്കബ് സാറിന്റെ നേതൃത്വത്തിൽ നിരന്തരം സമരം നടത്തിയ സ്ഥലമാണ്. അതുകൊണ്ട് അവർ പറയുന്നതിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം സെബിചേട്ടന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ മതിയാകും. ഇതിൽ നേരത്തെ ശ്രീമാൻ CEO ജേക്കബ് പറഞ്ഞൊരു കാര്യം അതിന് തുടങ്ങാം. അത് ഈ ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് സ്കൂള് ഞാനന്ന് ഭരണസമിതിയിലുണ്ട്. 2005 ഭരണസമിതിയിലുണ്ട്. 2006 ബഡ്സ് സ്കൂൾ ആരംഭിക്കുന്നത്. അതിനൊരു ചരിത്രമുണ്ട്. ഞങ്ങൾ പാർലമെൻറ്റായത്തിലെ കോടന്നൂർ ഹാഷ്മി നഗർ സങ്കേതത്തിൽ കോളനിയിൽ സഹകരണ ബാങ്ക് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വസ്തുപരിശോധനയ്ക്ക് പോകുമ്പോൾ നമ്മളൊരു നാടകീയമായ ഒരു സംഭവം കാണുകയാണ്. ഒരു വീട്ടിൽ അവിടെ ആ സങ്കേതത്തിലൊരു വീട്ടിൽ ഒരു നായയ്ക്കൊപ്പം ചങ്ങലയ്ക്ക് ഒരു 4ാം ക്ലാസ്സുകാരനായിട്ടുള്ള കുട്ടീനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ കണ്ടപ്പോൾ എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടിയുടെ കുറുമ്പനാണ് കുട്ടി. അമ്മാടൻ ഗവൺമെൻറ് LP സ്കൂളിൽ അന്ന് പഠിക്കുകയാണ് 4ാം ക്ലാസ്സിൽ. അപ്പോൾ അച്ഛൻ രണ്ടാനച്ഛനാണ്. ഞങ്ങളതൊരു വലിയ സംഭവമാക്കി. പട്ടിയുടെ ഒപ്പം കുട്ടീനെ ചങ്ങലയ്ക്ക് കെട്ടിയിട്ടിരിക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് കുറുമ്പുണ്ട്. അപ്പോൾ ഞങ്ങളതൊരു വിഷയമാക്കി അന്ന് മാതൃഭൂമിയും മനോരമയും ഫസ്റ്റ് പേജിൽ വാർത്തയാക്കി വന്നിട്ടുണ്ട്. അന്ന് ശ്രീമതി ടീച്ചറായിരുന്നു സാമൂഹ്യ സുരക്ഷാ വകുപ്പ് മന്ത്രി. അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള എന്നെ ശ്രീമതി ടീച്ചർ നേരിട്ട് വിളിക്കുകയും എന്താണ് സംഭവം എന്ന് ചോദിക്കുകയും. ചാനലുകൾ അങ്ങനെ സജീവമായിട്ടില്ല, ഏഷ്യനെറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾ ആ കുട്ടീനെ കണ്ടു, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ചൈൽഡ് വെൽഫെയർ ഹോമുണ്ട് രാമോർമ്മപുരത്ത്. അവിടേക്ക് അന്നത്തെ മന്ത്രി സാമൂഹ്യക്ഷേമ മന്ത്രി ശ്രീമതി ടീച്ചർ ഇടപെട്ട് കൈമാറി. അപ്പോൾ അവർ പണിക്ക് പോവുകയാണ്. മാതാപിതാക്കൾ പണിക്ക് പോകുമ്പോൾ കുട്ടി കുറുമ്പനാണെന്നുള്ളത് കൊണ്ട് കുട്ടീനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. 2006 നടന്നത്, ഏകദേശം 19 വർഷം മുമ്പ്. അന്ന് പത്രങ്ങളിൽ ആ വാർത്ത
ജേക്കബേട്ടൻ വായിച്ചിട്ടുണ്ടാവും. വലിയ വാർത്തയായിരുന്നു, ഇംഗ്ലീഷ് പത്രങ്ങളിലും വലിയ വാർത്തയായിട്ട് വന്നു. പിന്നീട് ആ കുട്ടിയെ സർക്കാർ, അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അപ്പം അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ഞാൻ ആ വിഷയം അന്ന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ ഉന്നയിച്ചു. ഇങ്ങനെ കുട്ടികളെ സംരക്ഷിക്കാൻ ഒരു കേന്ദ്രം വേണം. അസുഖമുള്ള കുട്ടികളുണ്ട്, അസുഖം ഇല്ലാത്ത കുട്ടികളുണ്ട്. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നുണ്ടി കൃഷ്ണപിള്ള എന്ന് പറഞ്ഞ ആലപ്പുഴക്കാരനാണെന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി. VR സരള, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ VR സരള പ്രസിഡൻറ്റും. ഞാൻ ഉന്നയിച്ച ആക്ഷേപം സീരിയസ് ആയിട്ട് എടുക്കുകയും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ ഒരു കേന്ദ്രം ആരംഭിക്കണമെന്ന തീരുമാനം അന്നത്തെ യോഗത്തിൽ തന്നെ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ VR സരളയും സെക്രട്ടറി ഉണ്ണികൃഷ്ണപിള്ളയും കൂടി അവർ സജീവമായി ഇടപെടുകയും ഭരണസമിതി പൂർണ്ണമായി പിന്തുണ നൽകുകയും ആ തീരുമാനപ്രകാരമാണ് പിന്നീട് ബഡ്സ് സ്കൂൾ എന്ന് പറയുന്ന സംവിധാനം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് വരുന്നത്. അല്ല ഞാൻ പറഞ്ഞു തരട്ടെ, ബഡ്സ് സ്കൂൾ എന്നുള്ള സംവിധാനം വന്നത് അത് മാതൃഭൂമിയിൽ വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. ജേക്കബേട്ടൻ വായിച്ചിട്ടുണ്ടാവും. ഇതാണ് കാരണം, ഇങ്ങനെയാണ് ബഡ്സ് സ്കൂള്. അത് ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ആ ബഡ്സ് സ്കൂൾ വരുന്നത്. അതിന്റെ തുടക്കം ഞങ്ങളായിരുന്നു. ഞങ്ങൾ കെട്ടിടം പണിതു. ഞങ്ങൾ സ്ഥലം കണ്ടംകുളത്തിയുടെ നേതൃത്വത്തിലുള്ള മുൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടം പണിതു. ബഡ്സ് സ്കൂൾ ആരംഭിച്ചു. താൽക്കാലികമായിട്ടുള്ള ടീച്ചർമാരെ നിയമിച്ചു. ഒരു ഓട്ടോറിക്ഷ ആണ് തുടക്കത്തിൽ കുട്ടികളെ കൊണ്ടുവരാൻ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അങ്ങനെ തുടക്കം കുറിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭൂരിപക്ഷം സമയത്തും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത്. ഒരു ടേം മാത്രമാണ് യഥാർത്ഥത്തിൽ, ഒരു ടേം സമാസമായിരുന്നു. KK കൊച്ചു മുഹമ്മദ് ഉള്ളപ്പോൾ ടോസിട്ട് KK കൊച്ചു മുഹമ്മദ് പ്രസിഡന്റ് ആയിട്ടുള്ളതാണ്. സമാസമമായിരുന്നു. UDF വ്യക്തമായി ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് TM ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റായ ഒരു ടൈമിൽ മാത്രമാണ്. ബാക്കി 25 കൊല്ലക്കാലത്തിൽ അല്ല 30 കൊല്ലക്കാലത്തിൽ 25 കൊല്ലം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത്, 20 കൊല്ലം, 5 കൊല്ലം UDFും 20 കൊല്ലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത്. ബഡ്സ് സ്കൂളിന് തുടക്കമിട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇതാണ് അതിന്റെ വിഷയം. മറ്റൊന്ന് കാർഷിക മേഖലയിലെ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ അവിടെ ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. പിന്നീട് കെട്ടിടങ്ങൾ അവിടെ ധാരാളം വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ബഡ്സ് സ്കൂള് ആരംഭിച്ചതും രാജ്യത്തെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള ബഹുമതി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടിയതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരംഭിച്ചത് കൊണ്ടാണ്. അതിന്റെ ശ്രമഫലാണ്. VR സരളയാണ് ആ പ്രൈസ് വാങ്ങിയത്. അതിലൊരു സംശയവും വേണ്ട. പിന്നെ കാർഷിക മേഖലയില് ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയുടെ വിഷയത്തില് ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് ലോകം ശ്രദ്ധിക്കുന്ന ആരോഗ്യ സംവിധാനമാണ്. നേരത്തെ ഇവിടെ കോവിഡ് ഞാൻ പറഞ്ഞു വരാം. കേരളത്തിലെ ഞാൻ അതിലേക്ക് വരുന്നു. അതായത് ഞാൻ അതിലേക്ക് വരുന്നു. അതിലേക്കാണ് വരുന്നത്. അതായത് ഞാൻ അതിലേക്ക് വരുന്നത് കോവിഡ് കാലത്ത് കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ ലോകം ശ്രദ്ധിച്ചത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴും കേരളത്തിലെ ആരോഗ്യ സംവിധാനം രാജ്യത്തിന് മാതൃകയാണ്. രാജ്യത്ത് സൗജന്യമായിട്ട് ചികിത്സയും സൗജന്യമായിട്ട് മരുന്നുകളും കൊടുക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മാത്രമാണ്. BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സൗജന്യ വിദ്യാഭ്യാസവും ഇല്ല, സൗജന്യ ചികിത്സയും ഇല്ല. സർക്കാർ ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് രൂപ ബില്ലടക്കണം. കോവിഡ് കാലത്ത് തെളിഞ്ഞു. കോവിഡ് കാലത്ത് നമ്മുടെ കേരളത്തിന് പുറത്തുള്ള മലയാളികൾ കേരളത്തിൽ വന്നു. ഗൾഫിലും യൂറോപ്പിലുമുള്ള മലയാളികൾ കേരളത്തിലേക്ക് മടങ്ങി വന്നു. സൗജന്യ ചികിത്സ നേടി. വിഷയത്തിലേക്ക് വരട്ടെ. ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി, ആ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചില പരാതികളൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ ആ പരാതികൾ പരിഹരിക്കാൻ
പരിഹരിക്കും. ഒന്നാമത്തെ കാര്യം 24 മണിക്കൂറും ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി പ്രവർത്തിക്കുന്നില്ല എന്ന പരാതിയാണ്. ഇപ്പോൾ ഞാൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു, ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി 24 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട്. 2 ഡോക്ടർമാര് രാത്രി അവിടെ സേവനം ചെയ്യുന്നുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നാണ്. ആധുനിക സൗകര്യങ്ങളുള്ള ലാബ് ഹബ്ബ് തുടങ്ങിയിട്ടുണ്ട്. 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം കഴിഞ്ഞ 5 കൊല്ലത്തിൽ നടന്നു. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 50 ലക്ഷം രൂപയുടെ മരുന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ സൗജന്യ മരുന്ന് ഒരു കൊല്ലം ചേർപ്പ് ആശുപത്രിയിൽ രോഗികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് സൗകര്യമില്ല, ഗൈനക്കോളജിസ്റ്റ് ഇല്ല എന്നുള്ളത് ഇന്നലെ ഉണ്ടായ ഒരു വിഷയമല്ല. 25 കൊല്ലമായി ആ സംവിധാനം ഇവിടെ ഇല്ല. 25 കൊല്ലമായിട്ടില്ല. 25 കൊല്ലമായി ഇത് ഞങ്ങള് ഏറ്റവും വലിയ പ്രത്യേകത ഇരിങ്ങാലക്കുടയിലും തൃശ്ശൂരും 25 വർഷമായിട്ട് 20 വർഷമായിട്ട് ഇല്ലാതിരുന്ന സംഗതി വീണ്ടും അത് പുനഃസ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞങ്ങള് അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പരമാവധി ഇടപെടലുകൾ നടത്തും. ഇപ്പൊ ഇന്നലെ ഉണ്ടായ ഒരു പ്രശ്നമല്ല. തൃശ്ശൂർ ജില്ലാ ആശുപത്രി, തൃശ്ശൂർ ഗവൺമെന്റ് ആശുപത്രി, കൊടകര ആശുപത്രി, ഇരിങ്ങാലക്കുട ആശുപത്രി, തൊട്ടടുത്തുള്ള ഈ ആശുപത്രികളിലൊക്കെ ഈ സംവിധാനം നന്നായിട്ടുണ്ട്. ഇതിന്റെ ഒരു ചേർപ്പ് ഗ്രാമപഞ്ചായത്താണ് ഇതിന്റെ ഒരു പഴി കേൾക്കുന്നത്, ശരിയല്ലേ? അതിന് യഥാർത്ഥ വസ്തുത കിടക്കുന്നത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്ത് സപ്പോർട്ട് കൊടുത്താലല്ലേ ഇവിടെ ഗൈനോളജിസ്റ്റും അതുപോലെ തന്നെ വിദഗ്ധന്മാരായ ഡോക്ടർമാരും പോസ്റ്റ്മോർട്ടം വരണമെങ്കിൽ ഇത് തൃശ്ശൂർ താലൂക്ക് ആശുപത്രിയായിട്ട് ഇത് ഉയർത്തണം. താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തണം. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിനും ആളുകൾക്കും ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ ഗൈനോളജിസ്റ്റും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടവും അവിടെ ആവശ്യമായ മെഡിസിനും നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും മെയിനായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥലം ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വരാവുന്നത് ചേർപ്പാണ്. ആ ഒരു ഉയർന്ന സ്ഥാപനമായിട്ട് താലൂക്ക് ആശുപത്രിയായി ഇത് ഉയർത്തിയാൽ ഈ സൗകര്യങ്ങളൊക്കെ സ്വാഭാവികമായി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഇത് തൃശ്ശൂരിലെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തുള്ള കാലത്ത് ആദ്യമായി ഇത് തൃശ്ശൂർ താലൂക്ക് ആശുപത്രി ആക്കണം എന്ന് പ്രമേയം പാസാക്കി. പക്ഷെ പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ അതിനത്ര വേണ്ടത്ര ശ്രദ്ധിച്ച് ഒരു കഠിനാധ്വാനം ചെയ്താലേ നമുക്കിത് വരുള്ളൂ. ഇത് അതിനു വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിട്ടില്ല. ഇവിടെ സെബി പറഞ്ഞ പോലെ തന്നെ 20 വർഷക്കാലം 10 വർഷം UDFൻ്റെ കാലഘട്ടമുണ്ടായി. 20 വർഷം ഭരിച്ച LDFന് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു നമ്മുടെ കുറവാണ്. പിന്നെ മരുന്നുകൾ 50 ലക്ഷം കൊടുക്കുന്നു എന്നുള്ളത് നമ്മുടെ അവിടെ ചെന്നാൽ ഇവിടെ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ളത് പനിക്കുള്ള മരുന്ന് കിട്ടും, തലവേദനയ്ക്കുള്ളത് കിട്ടും, പിന്നെ മറ്റുള്ള മരുന്നുകളൊക്കെ പുറത്തുനിന്ന് നടത്തണേ. അല്ലാത്ത മരുന്നില്ല. ഈ 50 ലക്ഷം വരും കേട്ടോ. കാരണം അത്രയും രോഗികൾ അവിടെ വരുന്നുണ്ട്, രോഗികൾ വരുന്നുണ്ട്. പക്ഷെ നല്ല മരുന്ന് കിട്ടും. അറ്റൻഡ് ചെയ്ത് പോകുന്ന ആശുപത്രിയാണ് ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി. അവിടുത്തെ കിടക്കകളിൽ മിക്ക സമയത്തും രോഗികളുണ്ട്. ആധുനികമായ എല്ലാ സൗകര്യങ്ങളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. പഴയ കാലത്തേക്കാൾ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച് ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഉണ്ടായിരുന്നില്ലാത്തത് അല്ലെങ്കിൽ ഒരിക്കലും ഇല്ലാത്തത് കൊണ്ടുവരണമെന്നല്ല, ഉണ്ടായിരുന്നത് നിർത്തിപ്പോയത് പുനഃസ്ഥാപിക്കണമെന്നാണ്. അതുപോലും ഇല്ല. ഗീതാ ഗോപി ഈ സബ്മിഷന് മറ്റേ പിണറായി വിജയൻ സർക്കാരിൻ്റെ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ KK ശൈലജയും മറ്റും ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ചേർപ്പ് ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്താൻ വേണ്ട സബ്മിഷൻ കൊടുത്തപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളിയ ആൾക്കാരാണ്. പുതുക്കാട് ആശുപത്രി താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തി. അതേ സമയത്ത് പുതുക്കാടിനേക്കാളും പാർലവും ചേർപ്പും വവണിശ്ശേരിയും ചാഴൂരും വല്ലച്ചിറയും ഡിപ്പെൻഡ് ചെയ്യുന്ന വലിയൊരു ആശുപത്രി ഉയർത്തണമെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടി ഒരു ആവശ്യമാണ്. ആശുപത്രിയായിട്ട് ഉയർത്തണമെന്നുള്ളത് എല്ലാവരുടെയും താല്പര്യമാണ്. അതിനുവേണ്ടി ശ്രമം തുടരുന്നുണ്ട്. 10 വർഷമായി ഇവര് ഭരിക്കുന്നു. പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ട് സാധിച്ചില്ല? ഞാൻ പറഞ്ഞ താലൂക്ക് അതിന് ചില നോംസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ചില നോംസും ചില നിബന്ധനകളൊക്കെ ഉണ്ട്.
തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇതുപോലുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ നോംസ് നമുക്ക് തടസ്സമായി നിൽക്കുകയാണ്. ആ ഒരു തടസ്സമാണ് നമുക്ക് നീക്കേണ്ടത്. അതിനുള്ള ശ്രമം ഞങ്ങൾ തുടരുന്നുണ്ട്. പക്ഷെ ഭൗതിക സൗകര്യം ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിലെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്, വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്നിട്ടുണ്ട്. തൃശ്ശൂർ ആശുപത്രി, ടൗണിലുള്ള ആശുപത്രി കോർപ്പറേഷന് കൈമാറിയപ്പോൾ കോർപ്പറേഷൻ കൊടുത്തപ്പോൾ തൃശ്ശൂർ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് ഇപ്പോൾ വടക്കാഞ്ചേരില്ല. തൃശ്ശൂർ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് ഇപ്പോൾ വടക്കാഞ്ചേരില്ല. സ്വാഭാവികമായിട്ട് കോർപ്പറേഷൻ മാറിയപ്പോൾ നമുക്ക് തൃശ്ശൂർ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്ന ഒരു ആശുപത്രി ഇപ്പോൾ ഇല്ല. സ്വാഭാവികമായിട്ട് ഇന്ന് കോർപ്പറേഷൻ അത് കൈമാറി പോയതുകൊണ്ട് തൃശ്ശൂർ താലൂക്ക് ആശുപത്രി ചേർപ്പിൽ വയ്ക്കുന്നതുകൊണ്ട് ഗവൺമെൻറ്റിൽ അതിന് സ്വാധീനം ചെലുത്തുകയാണെങ്കിൽ ആശുപത്രി കിട്ടും. അങ്ങനെ താലൂക്ക് ആശുപത്രി ആക്കിയാൽ എല്ലാ രോഗത്തിനുള്ള ഡോക്ടർമാരുണ്ടാകും. തൃശ്ശൂർ ജില്ലയിൽ നേരത്തെ ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞ് തൃശ്ശൂർ നടത്തിയിരുന്ന ആശുപത്രിയുടെ താഴെയുള്ള രീതിയിൽ നമുക്ക് ചേർപ്പിൽ കിട്ടും. ഒരു വിരോധവും ഇല്ല. പക്ഷേ വടക്കാഞ്ചേരി നഗരസഭയാണ്, ചേർപ്പ് ഒരു പഞ്ചായത്താണ്. ചേർപ്പ് നഗരസഭ നമുക്ക് വിരോധമില്ല. ചില നോംസിന്റെ തടസ്സമുണ്ട്. ആ തടസ്സം മറികടക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഈ ചേർപ്പിനെ സംബന്ധിച്ച്, ബ്ലോക്കിനെ സംബന്ധിച്ച് നമ്മളിപ്പോ ആ ചർച്ച എനിക്ക് തോന്നുന്നത് ബഡ്സ് സ്കൂളിലും ആശുപത്രിയിലും തട്ടി നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ ബഡ്സ് സ്കൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്തരത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട് ജനിക്കുന്ന കുട്ടികളോട് അവരുടെ സഹജീവി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം മാറി വരുന്ന പലതര സർക്കാരുകൾ നിറവേറ്റി എന്നുള്ളത് ഒഴിച്ചാൽ അത് നമ്മളുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെ കാണേണ്ടതാണ്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബഡ്സ് സ്കൂളിനനുബന്ധമായി ഒരു പകൽ വീടും അവിടെ ഇപ്പോ ഈ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒരു സംഭവം ഞാൻ പറയാം. ബ്ലോക്ക് പഞ്ചായത്ത് ഇത് സെബി ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പം ഞങ്ങളുടെ സെബി പറയുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഈ ബഡ്സ് സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഒരു എത്ര 1.5 ഏക്കറോ സ്ഥലം മേടിച്ചിട്ടുള്ളത് വ്യവസായ സ്ഥാപനങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന വ്യവസായ സ്ഥാപനങ്ങൾ യുവജനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ തൊഴിൽ നൈപുണ്യമായിട്ട് എന്ത് പ്രവർത്തനമാണ് കാഴ്ചവെച്ചേക്കുന്നത്? വർദ്ധിച്ചു വരുന്ന തൊഴിൽ ക്ഷാമം എന്നെല്ലാം നമ്മളിങ്ങനെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അതിനാവശ്യമായ സ്ഥലം വാങ്ങിച്ചിട്ടു. ആ വാങ്ങിച്ചിട്ട സ്ഥലം അനാഥമാണിപ്പോ. ഞാൻ എന്താണ് പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്ത് തൊഴിൽ നൈപുണ്യങ്ങൾ സ്വന്തമായി ഒരു വ്യവസായം ആരംഭിക്കാൻ അല്ലെങ്കിൽ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥത്തില് അദ്ദേഹം അതൊന്ന് നോക്കി. ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ യഥാർത്ഥ റോള് എന്ന് പറയുന്നത് ഒന്ന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണ്, തീർച്ചയായിട്ടും. 2 പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമമാണ്, 3-മത്തത് കൃഷിയാണ്, 4-മത്തത് അടിസ്ഥാന സൗകര്യ വികസനമാണ്, 5-മത്തത് ആരോഗ്യമാണ്. ഇതില് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വല്ലച്ചിറ പഞ്ചായത്തിൽപ്പെട്ട ആറാട്ടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് സമൃദ്ധി കേന്ദ്രം എന്നോ മറ്റാണ് ആ പ്രൊജക്ടിന്റെ പേര്. 3.5 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു 35 സെന്റ് സ്ഥലം കുളം പോലെ കുഴിച്ചിട്ടിട്ട് ആ സംഭവം കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്തു. ആ സ്ഥലത്ത് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ലോണ്ടറി സെന്റർ എന്ന് പറഞ്ഞിട്ട് കോടന്നൂർ, എനിക്ക് അതിനെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല, ലോണ്ടറി സെന്റർ എന്ന് ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 1.5 ഏക്കർ സ്ഥലം ഒന്നും സംഭവിച്ചില്ല. പട്ടികജാതി വിഭാഗത്തിന് അർഹതപ്പെട്ടതായിട്ടുള്ള ഇപ്പൊ 2 ലക്ഷം രൂപ അവരുടെ ഭവന പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന സ്കീമുണ്ട്. ആ സ്കീം പ്രകാരം അർഹതപ്പെട്ട ഗഡുക്കൾ പലതും മുടങ്ങിക്കിടക്കാണ് ചേർപ്പ്. അതുപോലെ ചെറുകിട വ്യവസായ സംരംഭം ചെറുകിട വ്യവസായ സംരംഭം എന്നുള്ള നിലയ്ക്ക് 1252 യൂണിറ്റുകൾ ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ ആരംഭിച്ചിട്ടുണ്ട്. 2250 അല്ലല്ല 2209 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കാർഷിക മേഖലയില് ചെലവഴിച്ചിട്ടുള്ളത് 80,98,342 രൂപയാണ്. എസ് സി കർഷകർക്ക് കൂലിച്ചെലവ് ഇനത്തിൽ തന്നെ ഒരു ഹെക്ടറിന് 17,000 രൂപ കൊടുക്കുന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. ധനസഹായമായിട്ട് 18,80,000 ജനറൽ വിഭാഗത്തിന് ഇടപെട്ടുള്ള ജനറൽ വിഭാഗത്തിന് 45,15,691 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. പച്ചക്കറി തരിശുഭൂമിയിൽ ഇറക്കാൻ വേണ്ടി
6,19,061 രൂപ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് budget allocation അല്ലേ? ഹെക്ടറിന് 4,000 രൂപ കൊടുത്തിട്ടുണ്ട്. തരിശുഭൂമിയിൽ കിഴങ്ങ് കൃഷി ഇറക്കുന്നതിന് വേണ്ടി 6,60,000 രൂപ. ഇത് പ്രാവർത്തികമായിട്ടുണ്ട്. ഭൂമിയിൽ നമ്മുടെ 4 പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കട്ടെ, ഈ ചേർപ്പിൽ ഏതാണ്ട് 2000 ശിഷ്ടം ആളുകൾക്ക്, അല്ലെങ്കിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ 2000 ശിഷ്ടം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നടത്തി എന്ന് പറയുന്നുണ്ട്. ഏകദേശം നൈപുണ്യം നടത്തി എന്ന് പറയുന്നുണ്ട്. ഒരു 5 എണ്ണത്തിന്റെ പേര്. ചെറുകിട വ്യവസായ ബ്ലോക്ക് പഞ്ചായത്തില് ചെറുകിട വ്യവസായ സംരംഭത്തിന് വേണ്ടിയിട്ട് അത് എല്ലാ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. വ്യക്തികള് സ്വയം തൊഴിൽ അങ്ങനെ സ്വയം തൊഴിൽ ആരംഭിച്ച ഒരു 5 പദ്ധതി ഉണ്ടാവും. നമ്മൾ എത്രയോ പദ്ധതികളുണ്ട്. എത്രയോ വ്യക്തികൾ വരുന്നു ഈ പദ്ധതികൾ ആരംഭിക്കുന്നു. ഫർണിച്ചർ യൂണിറ്റുകള്, വർക്ക്ഷോപ്പ് യൂണിറ്റുകള്, എത്രയോ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അതായത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഇത്തരം വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ അതിനാണ് കുറിച്ച് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പാല് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പാൽ കൃഷിക്കാർക്ക് 29,90,000 4 പഞ്ചായത്തിനും കൂടി ഇല്ല. ഞാൻ ശ്രമിച്ചേട്ടാ, അതിൽ പാർല ഗ്രാമപഞ്ചായത്ത് കുറച്ച് സമഗ്രമായിട്ട് ആ കാര്യത്തിൽ ഇടപെട്ടു. അല്ല, ഞാൻ ചോട്ടെ, ഗ്രാമപഞ്ചായത്തില് പാർല ഗ്രാമപഞ്ചായത്ത് ക്ഷീര ഗ്രാമപദ്ധതിയിൽ കുറച്ച് ഇടപെട്ടിട്ടുണ്ട്. മറ്റുള്ള ചേർപ്പ് ഗ്രാമപഞ്ചായത്തോ വലച്ചിറ ഗ്രാമപഞ്ചായത്തോ അവണിശ്ശേരി പഞ്ചായത്തോ എത്രത്തോളം പഞ്ചായത്ത് മാത്രമല്ല, ഇത് പാൽ സൊസൈറ്റികൾക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. പാലളക്കുന്നവർക്ക് അവർക്ക് 5 കൊല്ലത്തിനുള്ളിൽ 29,93,236 സബ്സിഡി ഇനത്തിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് കൊടുക്കേണ്ടതല്ലേ? കാലങ്ങളോളം കൊടുക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, കാർഷിക മേഖലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തലത്തിൽ എന്ത് സപ്പോർട്ടാണ് കൊടുത്തത്? എത്ര പുതു കർഷകർ പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു? പച്ചക്കറികൾ സൂചിപ്പിക്കുന്നത് തൃശൂർ ജില്ലയിൽ ഏറ്റവും അധികം കൃഷിഭൂമി നികത്തപ്പെടുന്ന മേഖല ചേർപ്പ് മേഖലയാണ്. ഇപ്പൊ BJP പ്രതിനിധി പറയണ്ടല്ലോ, നമ്മുടെ രാജ്യത്ത് നെല്ലിന്റെ സംഭരണ വരെ 1 കിലോന് 21 രൂപ 40 പൈസയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന വിലയ്ക്ക് നെല്ല് സംഭരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. കോൺഗ്രസും ഭരിക്കുന്നിടത്ത് 21 രൂപ 40 പൈസയാണ് 1 കിലോ നെല്ലിന്. രാജ്യത്ത് ഏറ്റവും അധികം കർഷകര് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തുക കൃത്യമായി എത്തുന്നുണ്ടോ? അതെ, രാജ്യത്ത് ആ പറയുന്ന സബ്സിഡി തുക കൃത്യമായി എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതായത് എന്താ സംശയം? ഇപ്പോ നമ്മള് നെല്ല് സംഭരിക്കുന്നതിന് 21 രൂപ 40 പൈസ കേന്ദ്ര സർക്കാർ തരുന്നുള്ളൂ. ബാക്കി പണം കേരള സർക്കാരാണ് കൊടുക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് നെല്ല് സംഭരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അത് ബാങ്കിൽ നിന്ന് ലോൺ ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ കർഷകൻ ബാങ്കിന്റെ ക്രെഡിറ്റ്, അതായത് സിബിലും പേറി നടക്കേണ്ട അവസ്ഥ. ഇതിനേക്കാളൊക്കെ അപകടകരമായ സിറ്റുവേഷൻ നാളെ വരുന്ന ഗവൺമെന്റ്, ഇടതുപക്ഷം വന്നോട്ടെ UDF വന്നോട്ടെ, 4.9 ലക്ഷം കോടി രൂപ നമ്മുടെ കേരള ഗവൺമെന്റിൽ നിന്ന് കടമാണ്. ഇതൊക്കെ കൊടുത്തു എന്ന് പറയുന്ന ഒരു വികസനം വിചാരിക്കുന്ന അല്ല, ഇന്ത്യ സർക്കാരിന്റെ കടം ഞാൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുമ്പോ 35,000 കോടി രൂപ ഉണ്ടായിരുന്നതാണ്. ഈ 4,09,35,000 അതാണ് ഇപ്പൊ ഇത്രയായി 10 വർഷം കൊണ്ട്. മോദി സർക്കാർ കടം വരുത്തി വെച്ചത് കോൺഗ്രസിന് പ്രശ്നമല്ല. എന്ത് വർഷം കേന്ദ്രത്തിലെ കാര്യം ഏറ്റവും വലിയ കടം മോദി സർക്കാരിന്റെയാണ്. ജയിക്കപ്പെട്ട പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ താല്പര്യമുണ്ട്. കേരള സർക്കാരിന്റെ കാര്യത്തിൽ താല്പര്യമുണ്ട്. അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് BJPക്കെതിരെ കോൺഗ്രസ് സംസാരിക്കില്ല. നമ്മളുടെ വാളയാറ് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. ഇന്ത്യയിൽ മൊത്തം കേരളത്തിൽ വാളയാറ് ഇവിടെ വന്നാൽ
രാഷ്ട്രീയമായിട്ട് അതിൽ പറയാൻ കാരണം ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറഞ്ഞത്. ശരി. അതായത് അല്ല, ഇതൊരു സൗഹൃദ സൗഹൃദ നല്ല രാഷ്ട്രീയമായിട്ടല്ല, രാഷ്ട്രീയമായിട്ട് നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും. വലിയത് പറഞ്ഞത് അത് മാറി. ഞാൻ അന്ന് പറഞ്ഞത് ഇതിനേക്കാളും ദയനീയമാകാൻ പോവുകയാണ് നമ്മുടെ നാട്. അതിൽ നിന്ന് വിഭവശേഷി കണ്ടെത്തി പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകടത്തിലാവുന്ന പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും പട്ടികജാതി പട്ടികവർഗ മേഖലയില് കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ 15,56,00,000 ഈ എമൗണ്ട് 56,00,000 രൂപ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ചെലവ് ചെയ്തു. ഞങ്ങളത് പറയും. ഈ പരിമിതികൾക്കിടയിൽ അതിലൊന്ന് ഈ ഫണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒന്ന് പാറളം ആലുക്കക്കുന്ന് കോളനിയിലെ പട്ടികജാതി സങ്കേതമാണ്. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനം അവിടെ നടത്തിയത്. ശാസ്താംകടവിലും അവിടെ സങ്കേതത്തിൽ പട്ടികജാതി സങ്കേതത്തിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കുന്നത് ഒരു പട്ടണമായി ഈ പറയുന്ന ഞാൻ പട്ടികജാതി മേഖലയിൽ പഞ്ചായത്ത് സർക്കാരിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് ഉൽപാദന മേഖലയിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. ഉൽപാദന മേഖലയിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നെൽകൃഷിക്കാർക്ക് കൊടുത്ത സബ്സിഡി, പച്ചക്കറി കൃഷിക്കാർക്ക് കൊടുത്ത സബ്സിഡി, അതുപോലെ ഈ പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പുതിയതായി എന്തെങ്കിലും വ്യവസായങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? 1252 വ്യവസായ യൂണിറ്റുകൾ ഈ 4 പഞ്ചായത്തിൽ ആരംഭിച്ചു. 1252 വ്യവസായ യൂണിറ്റുകൾ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ 4 പഞ്ചായത്തുകളിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഇടപെട്ട് ആരംഭിച്ചു. വ്യക്തികളല്ലേ? അതെ, അവരെ സാമ്പത്തികമായി സഹായിച്ചു. അവരെ സാമ്പത്തികമായി സഹായിച്ചു. സാമ്പത്തികമായി അവരെ സഹായിച്ചു. അതിപ്പോ ഒരു ആരോപണം എന്ന് വെച്ചാല് ഒരു പദ്ധതി തുടങ്ങുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഒരു വ്യവസായം ആരംഭിച്ച ഒരു ലൈസൻസ് കൊടുക്കുന്ന അത് പദ്ധതിയായിട്ട് അതാണ് പദ്ധതി. അങ്ങനെയാണോ ഈ സംഖ്യ കയറിയത്? മാത്രമല്ല ഞാൻ പറഞ്ഞത് വളരെ സ്പഷ്ടമായിട്ട് ചോദിക്കട്ടെ. 1200 ശിഷ്ടം അദ്ദേഹം 1252 യൂണിറ്റുകൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് സബ്സിഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുടിവെള്ളത്തിന്റെ വിഷയത്തിൽ 1252 യൂണിറ്റുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് സബ്സിഡി ആയിട്ടോ സഹായമായിട്ടോ ലൈസൻസ് കൊടുത്തു എന്ന് പറയരുത്. ലൈസൻസ് കൊടുത്ത കാര്യമല്ല ഞാൻ പറഞ്ഞത്. സബ്സിഡികൾ കൊടുത്തിട്ടുണ്ട്, ഇനി കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നോട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ നാളെ വിവരാവകാശ രേഖ പ്രകാരം ഓൺ എയർ ആണ്. സബിച്ചേട്ടൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, മത്സരിക്കുന്ന ജനപ്രതിനിധിയാണ്. 1252 പരിമിതികൾക്കിടയിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിനും ശുചിത്വ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് മാലിന്യ വിമുക്ത കേരളവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ ഗ്രാമപഞ്ചായത്തുകൾ ചെലവ് ചെയ്ത പോലെ, കേരള സർക്കാർ ചെലവ് ചെയ്ത പോലെ ബ്ലോക്ക് പഞ്ചായത്തും ചെലവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രാമീണ റോഡുകൾ ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളാണ് ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നത്. PWD റോഡ് സർക്കാരാണ് നന്നാക്കുന്നത്. പക്ഷെ ചില മേഖലയിലെ ഗ്രാമീണ റോഡും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് നന്നാക്കിയിട്ടുണ്ട്. ആ പേരുകൾ മൊത്തം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുമായി വലിയൊരു സംഖ്യ ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുണ്ട്. നിലവിലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങി ഇങ്ങനെ തിരക്ക് പിടിച്ചു നിൽക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് എന്താണ് മുന്നിലേക്ക് വെക്കുന്ന ആശയങ്ങൾ? ബ്ലോക്ക് പഞ്ചായത്ത് മുഖ്യമായി നമ്മുടെ 2 സ്ഥാപനമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അണ്ടറിൽ ഉള്ളത്. ഒന്ന് ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി, മറ്റൊന്ന് വെങ്ങണിശ്ശേരിയിലുള്ള ബഡ്സ് സ്കൂള്. ശരി. ഇതിന്റെ പ്രവർത്തനം കൂടുതൽ നവീകരിക്കാനും കൂടുതൽ വിപുലമാക്കാനുമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും. ശരി. അതുപോലെ കാർഷിക മേഖലയിലും ഇന്ന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിപുലമായ വിധത്തിൽ കാർഷിക മേഖലയിൽ കൂടുതൽ സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടി ഇടപെടൽ നടത്തും. പിന്നെ ക്ഷേമപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ മേഖലയിലും കഴിയാവുന്ന ഈ കലാകായിക രംഗത്ത് പ്രത്യേകിച്ച് അറിയാം. ഇതിന്റെ എല്ലാം എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിരവധി കലാകായിക രംഗത്തേക്ക് മികച്ചു നിൽക്കുന്ന ആളുകളാണ്. ഒരു ക്ഷേത്രഭൂമിയാണ്, നിരവധി കലാകാരന്മാരുടെ ജന്മം നൽകിയ ഭൂമിയാണ്. കലാകാരന്മാർക്ക് എന്ത് തരത്തിലുള്ള പ്രോത്സാഹനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നൽകുന്നത്? കേരളോത്സവം പോലും ഗ്രാമപഞ്ചായത്തുകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നില്ല സാർ.
കേരളോത്സവം ഒക്കെ ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കുന്നുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തെ കുറിച്ച് നിത്യേന അത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയുടെ പരാജയമാണ്. ബ്ലോക്ക് പഞ്ചായത്തിന് ബന്ധമില്ല. പഞ്ചായത്തിന്റെ പരാജയമല്ല. ഗ്രാമപഞ്ചായത്ത് കലോത്സവം നടത്തുന്നതിന് അല്ലാതെ അതായത് നോക്കൂ, നമ്മളുടെ യുവജനക്ഷേമം എന്ന് പറഞ്ഞിട്ടൊരു കൾച്ചറൽ എന്ന് പറഞ്ഞിട്ടൊരു സാംസ്കാരികം എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ യുവജനക്ഷേമം എന്ന് പറഞ്ഞാൽ കേരളോത്സവത്തിൽ ഒതുങ്ങുകയാണ്. യുവജനക്ഷേമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വർഷത്തിൽ നടക്കുന്ന ഒരു കേരളോത്സവം 1, 2, 4 അത്രേ ഉള്ളൂ. കാര്യം കഴിഞ്ഞു. 4 ട്രോഫി കൊടുക്കും. അത് തന്നെ ചിലപ്പോൾ പഞ്ചായത്തിൽ എടുത്തു വയ്ക്കും. യഥാർത്ഥത്തിൽ ഒരു യുവജനക്ഷേമം എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ട്രെയിനിങ് സെന്റർ, ഈവൻ PSC എക്സാമോ ബാങ്ക് എക്സാമോ SSAയോ നമ്മളുടെ മറ്റേ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുന്ന സെന്റർ നമ്മളുടെ നാട്ടിൽ മദ്യവും മയക്കുമരുന്നും വ്യാപകമായിട്ട് അതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ, അതിൽപ്പെട്ട കുട്ടികളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കൗൺസിലിംഗ് പോലത്തെ ഒരു സെന്ററുകൾ, അവരുടെ കഴിവുകൾ, ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു. ഞങ്ങൾ ചേർപ്പില് BJP വെക്കുന്ന ഏറ്റവും വലിയ ആശയമാണ് ഈ പുതുതലമുറ. പറയാം, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ യുവജന മേഖലയില് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 14,87,662 രൂപ ചെലവ് ചെയ്തിട്ടുണ്ട്. ഞാനത് ബാധ്യസ്ഥനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും വജ്ര ജൂബിലി ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി കഴിഞ്ഞ 5 കൊല്ലമായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി കലാകാരന്മാർക്ക് കൊടുക്കുന്നുണ്ട്. കലാപരിപാടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നടത്തി വിജയികളെയാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൊണ്ടുവരുന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇവിടെ ഗ്രാമീണ കലോത്സവം നടത്തുന്നതിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പരാജയമാണ്. BJP ഭരിക്കുന്ന ഔണിശ്ശേരി പരാജയമാണ്. ഈ 2 സ്ഥലത്തും ഗ്രാമീണ കലോത്സവം അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ശക്തമായി നടത്തുന്നില്ല. അതിനാവശ്യമായ ഫണ്ട് ഇപ്പൊ കൊടുക്കാൻ ആവശ്യമായ ഫണ്ട് ഇല്ല. ഒരു കലോത്സവം നടത്താൻ ആവശ്യമായ ഫണ്ട് കൊടുക്കണ്ടേ? സംഭാവന പിരിച്ച് പഞ്ചായത്തുകാർ നടത്തണം. അപ്പോ സ്പോൺസറിങ് കൂടെ നടത്തണം. അത് നടത്താൻ ആവശ്യമായതിന് പകരം ബ്ലോക്ക് പഞ്ചായത്ത് കുറച്ച് ഫണ്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് സ്പോൺസർഷിപ്പിലൂടെ നടത്തേണ്ടി പഞ്ചായത്തും വല്ലച്ചർ പഞ്ചായത്തും മറ്റു പഞ്ചായത്തുകളും മാതൃകാപരമായി ഈ ഗ്രാമീണ നടത്തുമ്പോ ചേർപ്പ് പഞ്ചായത്തും ഔണിശ്ശേരി പഞ്ചായത്തും ഗ്രാമീണ പാർലത്ത് നടത്തിയാലും വല്ലച്ചർ നടത്തിയാലും നടത്തിന്ന് വരുത്താൻ വേണ്ടി നടത്തുക. അങ്ങനെ നടത്തിയിട്ട് കാര്യമില്ല. ഞാൻ പറയട്ടെ, ഒരു ഗവൺമെന്റിൽ നിന്ന് കുറച്ച് ഫണ്ട് ഉണ്ട്, അത് നടത്തണം. ആ നടത്തിന്ന് വരുത്താണ്. അതായത് കലാകാരന്മാരെയും കലാരെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലില്ല. ആരോഗ്യ മേഖലയെ കുറിച്ചും പരിപാടികൾ നവീകരിക്കാൻ, അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ BJPയെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ളൂ. ഇതൊരു ബ്രിഡ്ജാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും MP, MLA, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ളതിൻ്റെ ഫണ്ട് നമ്മുടെ നാട്ടിലേക്ക് മറ്റേ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തം. പാർലം പോലെ, ചേർപ്പ് പോലെ, വല്ലച്ചിറ പോലെ, അവണിശ്ശേരി പോലെ ബൃഹത്തായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു ടൂറിസം പദ്ധതി കൊണ്ടുവരാൻ പരാജയപ്പെട്ടു. അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ ബ്ലോക്ക് പഞ്ചായത്താണ്. അത്തരത്തിലുള്ള ഒരു വിഷൻ സാധിച്ചിട്ടില്ല. അല്ല, BJPയുടെ പ്രതിനിധി എന്നല്ല, ആശയങ്ങളാണ്. അത് 4 ഗ്രാമപഞ്ചായത്തിലും ഇല്ല. അതിലൊരു കാര്യമുണ്ട്, അല്ല ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. 4 ഗ്രാമപഞ്ചായത്തിലും ടൂറിസം മേഖലയ്ക്ക് സാധ്യതയുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. ഞാൻ പറയട്ടെ, BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, പുതിയ പദ്ധതികൾ, പുതിയ ടൂറിസം പരിപാടികൾ, പുതിയ വ്യവസായ യൂണിറ്റുകൾ, അങ്ങനെ പുതിയ കാര്യങ്ങൾ കേരളത്തിൽ വേണം, ചേർപ്പിൽ വേണം, അതുപോലെ പാർലത്ത് വേണം എന്ന് പറഞ്ഞതിന് ഞാൻ അഭിനന്ദിക്കുന്നു. ശരി. പക്ഷേ ഈ സംവിധാനത്തിന് പണമാണ് വേണ്ടത്. 1.5 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വിഹിതം തടഞ്ഞു വെച്ചിട്ടുള്ളത്. 1.5 ലക്ഷം കോടി രൂപ. അതിന് മറുപടി BJPയുടെ 1.5 ലക്ഷം കോടി രൂപ അർഹതപ്പെട്ട ഫണ്ട് BJPയുടെ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ലളിത എക്സാമ്പിൾ പറയാം. PM ശ്രീ അവസാനം പോയി ഒപ്പിട്ടല്ലോ.
ഇതിന് പ്ലെയിൻ ഉത്തരം പറയും. 1.5 ലക്ഷം കോടി രൂപ മനസ്സിലായില്ലേ? കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതികൾ തുറന്നു പറയുകയാണ്. സർവശിക്ഷ അഭിയാന്റെ കാശ് പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് PM ശ്രീയിൽ ഒപ്പുവെച്ച് അവസാനം പോയി ഒപ്പുവെച്ചില്ലേ? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കേന്ദ്രം പൈസ കൊടുക്കുന്ന പദ്ധതിയാണ്. അപ്പൊ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് എഴുതണം എന്ന് പറഞ്ഞപ്പോ പറ്റില്ല. പറ്റില്ല, ഞങ്ങൾക്ക് ആ ഫണ്ട് ആവശ്യമില്ല, അങ്ങനെയല്ലേ പറഞ്ഞു? ഞങ്ങൾക്ക് ആ ഫണ്ട് ആവശ്യമില്ല, അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു ഫണ്ടും കേരളത്തിൽ നടപ്പാവില്ല. അത്തരത്തിൽ കണക്ക് കൊടുക്കാതെയും അലോക്കേഷൻ ചെയ്യാതെയും കേരളത്തിൽ മാത്രം മറ്റൊരു സ്റ്റേറ്റിലും ഇല്ല. കൃത്യമായി പഞ്ചായത്ത് കേരളത്തിൽ ഞങ്ങളുടെ മനസ്സിലുള്ള കേരളത്തിൽ മാത്രമല്ലോ മുന്നണി ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിൽ മാത്രമാണ് പഞ്ചായത്തുള്ളൂ. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് ഓഫീസ് ഒരു മരത്തിന്റെ ചോട്ടിലാ, ഓഫീസ് പോലും ഇല്ല. മധ്യപ്രദേശ് പഞ്ചായത്ത് ഓഫീസ് ഒരു മരത്തിന്റെ ചോട്ടിലാ. അവിടെ തെരഞ്ഞെടുപ്പില്ല, കൃഷിഭവനും ഇല്ല, വില്ലേജ് ഓഫീസും ഇല്ല, ഗ്രാമങ്ങളിൽ പോലീസും ഇല്ല, സർക്കാർ സംവിധാനവും ഇല്ല. UDF ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന പ്രധാന കാര്യങ്ങൾ, ഞങ്ങൾക്കതിന് ഒരു പ്രകടന പത്രികയുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ത്രിതല പഞ്ചായത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഞങ്ങൾ നന്നായി ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ഉറപ്പാക്കാൻ ഇന്ദിരാ ക്യാൻറ്റീനുകൾ എല്ലാ ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഞങ്ങൾ തുടങ്ങുന്നത്. അത് അതിനേക്കാൾ കുറയ്ക്കുന്നതാണ് പറയുന്നത്. 100% വീടുകളിലെ മാലിന്യ ശേഖരണം, ഇത് ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞത്. മാലിന്യ ശേഖരണത്തിന് പൈസ ഞാൻ പറയുന്നത് മാലിന്യ സംസ്കരണത്തിൽ ഒരു പിടിയെങ്കിലും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ പൈസ മേടിക്കുന്ന രീതി, പണം വാങ്ങിക്കുന്ന രീതി, നികുതി മേടിക്കുന്നില്ല, പണം വാങ്ങിക്കുന്ന രീതിയിൽ ഇന്നലെ നമ്മൾ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഒരു കാര്യം, ആ ശേഖരിക്കുന്ന വ്യക്തിക്ക് ചെറിയൊരു ഫണ്ട് കൊടുക്കേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. അത് പ്ലാൻ ഫണ്ടിൽ ചെയ്യണം. അത് പ്ലാൻ ഫണ്ട് പഞ്ചായത്തിന്റെയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ ആ പണം വെച്ചിട്ട് അവരെ ആ രീതിയിൽ ചെയ്യാൻ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൻപുറത്ത് തെരുവുനായ പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം. ഞാൻ പറയട്ടെ, തെരുവുനായയുടെ ശല്യം ഒഴിവാക്കാൻ. അല്ല, അത് വേറെ കാര്യമുണ്ട്. സംസ്ഥാനത്ത് എടുത്തു നോക്കിയാൽ തെരുവുനായ ശല്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള സ്ഥലങ്ങളാണ്. നിത്യേന വാർത്തയുള്ള സ്ഥലമാണ്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് മേനകാ ഗാന്ധിയുടെ വിഷയമല്ല. ചേർപ്പ് ശരിയല്ലേ? ചേർപ്പ് ഗ്രാമം നിത്യേന എന്നാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള സ്ഥലങ്ങളാണ്. വന്യമൃഗങ്ങളുടെ ശല്യം, തെരുവുനായയുടെ ശല്യം, ഇതൊരു സീരിയസ് കാര്യമാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിൽപ്പെട്ട കാര്യമാണ്. അതിൽ നിയമ ഭേദഗതി നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. തടസ്സം നിൽക്കുന്നത് BJPയുടെ നേതാവായിട്ടുള്ള മേനകാ ഗാന്ധിയാണ്. എല്ലാവർക്കും മുടക്കമില്ലാതെ ഗുണനിലവാരമുള്ള കുടിവെള്ളം കിട്ടില്ല. ഇപ്പോഴും പറയട്ടെ കുടിവെള്ളം ഞാൻ നമ്മുടെ പഞ്ചായത്തുകളിൽ പല ഭാഗങ്ങളിലും ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പൊ പാർലത്ത് പോലും കുടിവെള്ളം പൂർണ്ണമായും ശുദ്ധീകരിച്ച് കിട്ടുന്നില്ല. അതില് പരാതികളുണ്ട്. പലപ്പോഴും അത് പ്രശ്നം പരിഹരിച്ചിട്ടുള്ളത് പാർലം പഞ്ചായത്തിലും പല്ലച്ചറ പഞ്ചായത്തിലാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ചേർപ്പിലും BJP ഭരിക്കുന്ന ഔണിശ്ശേരിയിലും കുടിവെള്ള പ്രശ്നമുണ്ട്. ഈ രണ്ട് പഞ്ചായത്തിലും ടാപ്പുണ്ട്, പാർലത്തൊക്കെ വീടുകളിലേക്ക് ടാപ്പുണ്ട്. കുടിവെള്ള പദ്ധതി 7 കോടി രൂപയുടെ സഖാവ് VS ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള പ്രശ്നം ഞങ്ങളുടെ കാർഷിക മേഖലയിൽ ഞങ്ങളുടെ പദ്ധതി എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളെയും ആ ബ്ലോക്കിൻ്റെ കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു വിപണന കേന്ദ്രവും ഒരു സംഭരണ കേന്ദ്രവും
വ്യാപകമായ അവർ ഒരു വലിയ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കുവാനും സംഭരിക്കുകയും ശരി, വിപണനം സംഭരിക്കും. നടത്തുന്നു. പുതിയ പിന്നെ അതുപോലെ എല്ലാ ആളുകൾക്കും വീടില്ലാത്ത ഇപ്പോഴും കൊടുത്തു ലൈഫ് പദ്ധതി പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 ലക്ഷം വീട് കൊടുത്തു. ഇനി ഈ ബ്ലോക്കില് ഏകദേശം 1000-ഓളം വീടുകൾ കൊടുക്കാത്തവരുടെ കാര്യമാണ് അവരുടെ പ്രകടന പദ്ധതിയാണ്. നിലവിൽ കൊടുക്കാൻ പോകുന്നതല്ല, കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ അതെ, ഞാൻ ഇനി കൊടുക്കാത്ത 5 ലക്ഷം പേരോളം ഇനിയും വീടില്ലാത്ത ആളുകൾ പിന്നെ പഞ്ചായത്ത് റോഡ് 1-2 കൂടി അത് അവസാനം തന്നെ പറയാം. ലാസ്റ്റ് പറയുന്നത് പൊളിഞ്ഞ ഈ റോഡുകൾ ഇപ്പൊ കുറച്ച് ആ റോഡുകൾ കൃത്യമായി ചേർന്ന് കഷ്ട ചേർപ്പിൽ കിട്ടുന്ന പണ്ടോ പഞ്ചായത്തിന്റെ കീഴിലല്ലോ. ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധ കുറവ്. അവസാനം സമാപിക്കാം. വേറെ എന്താണ്? അല്ല, രണ്ടാമെന്ന് പറഞ്ഞ വ്യവസായങ്ങളെ കുറിച്ച് തൊഴിലില്ല. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം വരും തലമുറ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, നമ്മുടെ അവിടെ ബിടെക്കും അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ചെറുപ്പക്കാർ അന്യരാജ്യങ്ങളിലേക്ക് പോവുക. നമ്മുടെ കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. നമ്മുടെ വീടുകളിൽ നിന്ന് ഞാൻ പറയട്ടെ, കാരണം വയസ്സായ അപ്പച്ചനും അമ്മച്ചനും മക്കളൊക്കെയാണ് പോവുക. അപ്പൊ അവർക്ക് പറയാം, എൻ്റെ പ്രൊഫഷണൽ രംഗത്ത് നല്ല മാർക്കോടുകൂടി വരുന്ന കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി സാഹചര്യം ഉണ്ടാക്കണം. ശമ്പളത്തിന് കുറഞ്ഞോട്ട് ഇപ്പൊ എന്താ സ്ഥിതി അറിയോ? അത്തരം പ്രൊഫഷണൽ കോളേജുകളിൽ വിജയിച്ച കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ ഒരു സംവിധാനം ഒരുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് കഴിയുന്നില്ല. ഒരു കാര്യം പറയാനുണ്ട്. ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം വ്യവസായ സൗഹൃദമായുള്ള സംസ്ഥാനം കേരളമാണ്. അതിന്റെ സമ്മാനം 1-ാം സ്ഥാനം. വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് എത്ര വ്യവസായികൾ പുറം സ്ഥലത്തേക്ക് പോകുന്നുണ്ട്? ഞാൻ പറഞ്ഞു തരാം. കർണാടകയിലേക്ക് എത്ര പേര് പോയിട്ടുണ്ട്? അവിടെ പൂട്ടിന്ന് പോട്ടെ. അതെ, ഞാൻ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അധികം വ്യവസായ യൂണിറ്റുകൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചതിന് സമ്മാനം കിട്ടിയത് കേരളത്തിലെ വ്യവസായ മന്ത്രി പി രാജീവനാ. അത് കേന്ദ്രമന്ത്രി സമ്മാനം കൊടുത്ത BJPയുടെ നേതാവ്. അതിലൊരു സംശയം വേണ്ട. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ലോകത്തിന്റെ ഏതിന്റെ മുക്കിലും മൂലയിലും പോയി പ്രവാസ ജീവിതം നയിക്കാനുള്ള വിദ്യാഭ്യാസവും ശേഷിയും മലയാളിക്കുണ്ട്, പഞ്ചാബിക്കുള്ള പോലെ. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് മലയാളികളും പിന്നെ പഞ്ചാബികളാണ്. കാരണം സൗജന്യ വിദ്യാഭ്യാസമാണ്. മറ്റ് സ്റ്റേറ്റിലുള്ളവർ കേരളത്തിലേക്ക് വരെ ജോലിക്ക്. ബീഹാറികളും ഗുജറാത്തികളും ബംഗാളികളും മധ്യപ്രദേശുകാരും UP-ക്കാരും കേരളത്തിലേക്ക് ജോലിക്ക് വരിക. ഇവിടെ കേരളത്തിലേക്ക് കൂലിപ്പണിക്ക് വരിക. കേരളത്തിൽ തൊഴിലവസരമില്ലേ? കൂലിപ്പണിക്ക് വരിക മറ്റ് സ്റ്റേറ്റിലുള്ളവര്. ഭരിച്ചു. ഏറ്റവും അധികം ബംഗാളികൾ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോകുന്നു. ബംഗാളികൾ എന്നൊന്നും പറഞ്ഞ് ആക്ഷേപിക്കരുത്. നമ്മൾ അതിഥി തൊഴിലാളികൾ നമ്മൾ പറയാറുള്ളൂ. അപ്പൊ അങ്ങനെ പറയും, പിന്നെ പറയാം അതിഥി തൊഴിലാളി എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഒറീസ, മഹാരാഷ്ട്ര, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ യുവജനങ്ങൾ കേരളത്തിലേക്ക് തൊഴിലിന് വേണ്ടി ഈ ട്രെയിനില് ജഗമകയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അവിടെ BJP ഭരിക്കില്ലേ, കോൺഗ്രസ് ഭരിക്കില്ലേ? നമ്മൾ പോണത് ഗൾഫിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും മലയാളികൾ പോണത്. അതിനുള്ള കരുത്തുണ്ട് മലയാളി. ഇപ്പൊ നമ്മുടെ ടോപ്പിക് എന്താ? ഞങ്ങൾ എന്ത് ചെയ്യും? അതാണല്ലോ ചോദ്യം. നമ്മൾ ന്യൂയോർക്കിലെയും അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും കാര്യപ്പെട്ടിരുന്ന് ചർച്ച ചെയ്തിട്ടൊന്നും കിട്ടാനില്ലല്ലോ നമുക്ക്. ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ട്. ഞങ്ങളുടെ സ്ലോഗൻ തന്നെ, ഞങ്ങളുടെ എല്ലാ പോസ്റ്റേഴ്സിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പുതിയ ആശയങ്ങൾ പുതിയ നാട് എന്നുള്ളതാണ്. നമ്മൾ കുറേ കാലമായിട്ട് കൺവെൻഷനലായിട്ട് പോകുന്ന രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ആശയം. അതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ചേർപ്പ് ബ്ലോക്കിൽ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ പാറളം, ചേനം മേഖല, ചേർപ്പിൽ എട്ടുമല മേഖല, വല്ലച്ചിറ ഇപ്പോൾ നടക്കുന്ന ഗ്രാമോത്സവമായിട്ട് നടക്കുന്ന ഓണാഘോഷം, അതുപോലെ തന്നെ അവണിശ്ശേരിയിലെ ബോട്ട് ജെട്ടി തുടങ്ങിയിട്ടുള്ള മേഖലകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്
ഒരു കൃത്യമായിട്ടുള്ള ടൂറിസം പദ്ധതി ഇവിടെ നടപ്പാക്കും. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ജനങ്ങളുടെ മുമ്പിലുള്ള സ്വയം തൊഴിലിലേക്ക് എത്താൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം വരുമ്പോൾ അവിടെ കട വരും, അവിടെ ഐസ്ക്രീം വണ്ടി വരും, അവിടെ പലതരത്തിലുള്ള വിപണന സൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നാട് വളരും, അവിടെ പാർക്കിംഗ് സെൻറ്റർ വരും, അവിടുന്ന് പൈസ കിട്ടും. ഇത്തരത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. രണ്ടാമത്തത് PMEGP, പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീം പ്രകാരം ചേർപ്പിലെ അവണിശ്ശേരിയിലെയും പാറളത്തെയും വല്ലച്ചിറയിലെയും വ്യവസായ സൗഹൃദമാക്കിക്കൊണ്ട് പുതിയ വ്യവസായങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ആരംഭിക്കും. മൂന്നാമത് യുവജനങ്ങൾക്ക് വേണ്ടി നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കംപ്ലൈൻറ്റ് ഇവിടുന്ന് യുവജനങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഈ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കൃത്യമായിട്ട് അവർക്ക് ഒരു സുസ്ഥിരമായിട്ടുള്ള ജോലി നേടാൻ പാകത്തിനുള്ള കരിയർ ഗൈഡൻസും അതിൻ്റെ കോച്ചിങ് സെൻറ്ററും അവർ നേരിടുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെൻറ്ററും നമ്മൾ ബ്ലോക്ക് തലത്തിൽ ആരംഭിക്കും. ഈ മേഖല എന്ന് പറയുന്നത് പാർളം, ചേർപ്പിൻ്റെ കോൾ 18-ാം വാർഡൊക്കെ ഉൾപ്പെടുന്ന കോൾ മേഖലയിൽ ധാരാളമായിട്ടുള്ള നെല്ലുൽപാദനം നടക്കുന്ന സ്ഥലമാണ്. നമ്മളൊരു പക്ഷേ തൃശ്ശൂരിൻ്റെ നെല്ലറ എന്ന് പോലും ചേർപ്പിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അഡാട്ട് റൈസ് എന്ന് പറയുന്ന രീതിയിൽ ചേർപ്പിൻ്റെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള അരിയുടെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള അവില് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ചേർപ്പിൻ്റെ ബ്രാൻഡിൽ ഇറക്കി ഇവിടെയുള്ള എല്ലാ ജനങ്ങളും അത് യൂസ് ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ കൊണ്ടുവരുവാനുള്ള പദ്ധതി ഞങ്ങൾ മുന്നിലോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ യുവജനങ്ങളുടെ കാര്യം ഞാൻ ഗഡി ക്ലബ്ബ് എന്നാണ് ഞങ്ങളത് ചേർപ്പിൽ വിളിക്കുന്നത്. ബ്ലോക്കിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ വലിയ ഇലാബറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ. ഇനി നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വെള്ളപ്പൊക്കം. ചേർപ്പ് പഞ്ചായത്തിൽ അതുപോലെ തന്നെ പാർളം പഞ്ചായത്തിൽ ഒക്കെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണിയുണ്ട്. കമ്പാരിറ്റീവ്ലി വല്ലച്ചിറയും അവണിശ്ശേരിയും അത് കുറവാണ്. ഈ വെള്ളപ്പൊക്കത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ നമ്മൾ മീഡിയ ഫോറൊക്കെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന് പറയുന്ന പരിപാടിയിൽ ഇവിടുത്തെ പല സ്ഥാനാർത്ഥികളോടും ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഈ വെള്ളം പൊങ്ങുമ്പോൾ ഷെൽട്ടർ ഹോം ഉണ്ടാക്കും എന്നാണ്. അതായത് എല്ലാ വർഷവും വെള്ളം കയറും, നിങ്ങൾ പോരണം, കുറച്ചു കാലം ഇവിടെ താമസിക്കണം എന്നുള്ളതാണ് അവരുടെ ആശയം. പക്ഷെ ഞങ്ങളുടെ ആശയം അങ്ങനെയല്ല. ഈ വെള്ളപ്പൊക്കത്തിന് പടിപടിയായിട്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരം നമ്മൾ ഈ ചേർപ്പിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും SC/ST വിഭാഗത്തിനുള്ള, നമുക്കറിയാലോ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന കാലം മുതൽക്ക് 75 വർഷമായിട്ട് നമ്മളുടെ ഫണ്ടിൻ്റെ ഒരു 30% SC/ST വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നീക്കിവെക്കുന്നത്. അതിൽ SC/STനെ പണ്ട് കോളനി എന്ന് വിളിക്കുന്നത് പേര് മാറ്റി എന്നുള്ളത് ഒഴിച്ചാൽ പ്രത്യേകിച്ച് വലിയ വികസനമൊന്നും അവരുടെ ആ വിഭാഗത്തിന് ഉണ്ടായിട്ടില്ല. എല്ലാ SC/ST വിഭാഗത്തിലെ വീട്ടുകളിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള നല്ല ജോലിക്കാരനെ സൃഷ്ടിക്കാൻ വേണ്ട ട്രെയിനിങ് സെൻറ്റർ നമ്മൾ ഈ ബ്ലോക്ക് തലത്തിൽ ആരംഭിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എൻ്റെ മുമ്പിൽ സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ചു, ഒരു വിപണന കേന്ദ്രം പഞ്ചായത്ത് തലത്തിൽ, ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഒരു വിപണന കേന്ദ്രം. ഇനി ചേർപ്പ് പഞ്ചായത്തിൻ്റെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു പൊതു ശ്മശാനത്തിൻ്റെ കുറവ് ധാരാളമായിട്ടുണ്ട്. നമ്മളിവിടെ ഏകദേശം 1 ലക്ഷത്തി ശിഷ്ട ആളുടെ എണ്ണൊക്കെ പറഞ്ഞു. മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറമേക്കാവിൽ സൗകര്യം നോക്കിയിട്ട് വേണം നമുക്ക് മരിക്കാൻ. അതായത് നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിട്ടാണ്. അല്ലെങ്കിൽ മുക്തിസ്ഥാനിലേക്ക് പോകണം. ചേർപ്പ് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഒരു പൊതു ക്രിമിറ്റോറിയം, അത് ഇപ്പോഴത്തെ ഒരു നീഡ് ഓഫ് ദ അവർ, ഒരു ഡയാലിസിസ് യൂണിറ്റ്. നിങ്ങൾ ഏത് വീട്ടിലും പോയിക്കോളൂ. നമ്മളൊക്കെ പൊതുപ്രവർത്തകരല്ലേ, നമ്മൾ ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു 15 വീട്ടിൽ കയറിയാൽ ഒരു വീട്ടിൽ ഒരു കിഡ്നി പേഷ്യൻ്റ് ഉണ്ട്. നീഡ് ഓഫ് ദ അവറാണ്. പല സ്ഥലങ്ങളിലും ഡയാലിസിസിന് സ്ലോട്ടില്ല. ഇപ്പം സേവാഭാരതി ഊരകത്ത് പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശരി തന്നെയാണ്. അപ്പം ഞാൻ ഇതൊന്നും പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. സേവാഭാരതി ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. സൗജന്യമായിട്ട് ഈ പ്രദേശത്തുള്ള നിർധനരായിട്ടുള്ള ആളുകൾക്ക് ദിനം പ്രതി 25 ഡയാലിസിസ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ നിരന്തരം ഫോണുകൾ വന്നുകൊണ്ടിരിക്കുക. നിരന്തരം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രശ്നം അതാണ്. ഇതിന് ആവശ്യമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ആയാലും ജില്ലാ പഞ്ചായത്ത് ആയാലും ഗ്രാമപഞ്ചായത്ത് ആയാലും
അനാവശ്യമായ ഫണ്ട് വേണം. കേരളത്തിലാണ് 40% ഫണ്ട് സർക്കാർ പ്രാദേശിക സർക്കാരുകളായിട്ടുള്ള ത്രിതല പഞ്ചായത്തിന് കൊടുക്കുന്നത്. മറ്റൊരു സ്റ്റേറ്റിൽ ഇങ്ങനെ കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഈ പറയാനുള്ളത്, കേന്ദ്ര സർക്കാർ തരാനുള്ള വിഹിതം 1.5 ലക്ഷം കോടി അതൊന്ന് ദയവ് ചെയ്ത് അനുവദിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അവിടെ നടക്കുന്നത്. നൂലാമാലകൾ പറഞ്ഞ് മലയാളികളുടെ ഫണ്ട് തടയരുത്. പിന്നെ ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനം 55% സ്ത്രീകൾക്ക് സംവരണ രാജ്യത്തുള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറൊരു സ്റ്റേറ്റിലും ഇല്ല. അതുപോലെ പട്ടികജാതി വിഭാഗത്തിന് ഏറ്റവും അധികം പട്ടികജാതി ഇവിടെ 55% സംവരണം സ്ത്രീകൾക്ക് കേരളത്തിൽ മാത്രമാണ്. ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ് 33. പിന്നെ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഈ സംവിധാനം ത്രിതല പഞ്ചായത്ത് സംവിധാനം വുമായി ബന്ധപ്പെട്ട് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഇല്ലാത്ത സംസ്ഥാനം കേരളം മാത്രമാണ്. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഏറ്റവും അധികം സംരക്ഷണം കിട്ടുന്നത് കേരളത്തിലാണ്. അവരുടെ സംവരണം അട്ടിമറിക്കപ്പെടാത്തത് കേരളത്തിലാണ്. ഇപ്പൊ ഇവിടെ സർക്കാർ സർവീസിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ഉണ്ട്, ആദിവാസികൾക്ക് സംവരണം ഉണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ഉണ്ട്, പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക് സംവരണം ഉണ്ട്. ഇവിടെ ത്രിതല പഞ്ചായത്തിൽ സംവരണം ഉണ്ട്, അധ്യാപകനാവാൻ സംവരണം ഉണ്ട്, സർക്കാർ ജോലിക്കാരാവാൻ സംവരണം ഉണ്ട്, സ്കൂളുകളിൽ സംവരണം ഉണ്ട്. പക്ഷെ ഈ സംവരണം ഉത്തരേന്ത്യയിൽ അട്ടിമറിക്കപ്പെടുകയാണ്. ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ഉത്തരേന്ത്യയിൽ ആക്രമണത്തിനിരയാവുകയാണ്. അവർ പീഡിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ അല്ല, ഞാൻ പറഞ്ഞു മാത്രം. ഞാൻ ഞാൻ പറഞ്ഞത് നമ്മള് രാഷ്ട്രീയമാണല്ലോ. അതായത് ഇവിടെ ഏറ്റവും അധികം ഇവിടെ പിന്നോക്ക വിഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് കേരളത്തിലാണ്, ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് കേരളത്തിലാണ്. 35 വർഷം അതിലൊരു സംശയവും വേണ്ട. ഏറ്റവും അധികം തൊഴിലാളികൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് കമ്മ്യൂണിസത്തിന്റെ പ്രശ്നമാണെന്ന് പറയേണ്ടി വരും. അത് പറയേണ്ടി വരും. ഇന്ന് ബംഗാളിൽ നിങ്ങൾക്ക് കേരളത്തിൽ കാണുന്ന പോലെയുള്ള റോഡുണ്ടോ? ഇന്ന് കേരളത്തിൽ കാണുന്ന പോലെ മനോഹരമായ റോഡുകൾ, മനോഹരമായ റോഡുകൾ, മനോഹരമായ ആശുപത്രി, മനോഹരമായ സ്കൂളുകൾ, സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ ചികിത്സ, ക്ഷേമ പെൻഷൻ, ക്ഷേമ പെൻഷൻ. ഞാൻ ഒരു കാര്യം പറയാം, ഇതൊന്നുമില്ല. അല്ലല്ല 77 ലക്ഷത്തിലുള്ളതെല്ലാം കമ്മ്യൂണിസത്തിന്റെ, നാട്ടുകാരുടെ. അത് വരാൻ കാരണം എന്നറിയോ, ഇവിടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളും ഇവിടെ വിദ്യാഭ്യാസ അല്ലല്ല കേരളത്തിൽ ഈ മാറ്റം ഉണ്ടാവാൻ കാരണം ഭൂപരിഷ്കരണമാണ്. കോൺഗ്രസും ബി.ജെ.പിയും ഭരിച്ചോടുത്ത് ഭൂപരിഷ്കരണം നടപ്പാക്കിയിട്ടില്ല. ഭൂപരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ടോ? ഭൂപരിഷ്കരണം നടപ്പാക്കിയത് ഇ.എം.എസ്. ഗൗരിയമ്മയാണ്. ഏത് പൊട്ടതറിയത്, ഏത് പൊട്ടതറിയാം. ഇ.എം.എസ്. ഗൗരിയമ്മയാണ്. പിന്നെ സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ ചികിത്സ കേരളത്തിൽ മാത്രമാണുള്ളത്. ഒരു സംശയം വേണ്ട, മറ്റു സ്റ്റേറ്റിൽ ഇല്ല. സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം ഒരു ചോദ്യം ചോദിച്ചത്, ഇവിടെ കേട്ടൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടിസ്ഥാനമായിട്ട് ഏറ്റവും മനോഹരമായ ആശുപത്രികളുണ്ട്, ഏറ്റവും ചികിത്സാ സമ്പ്രദായമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചില നേതാക്കന്മാർ എന്തിനാണ് പോകുന്നത് എന്ന ചോദ്യമുണ്ട്. ഞാൻ അത്ര പറയുന്നുള്ളൂ, അവതാരകനായി ഞാൻ അത്ര പറയുന്നുള്ളൂ, ഞാൻ ആരോപിക്കുന്നില്ല. അതെ, ബി.ജെ.പി കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഇതുപോലെ ആശുപത്രികളിൽ പോകുന്നുണ്ടല്ലോ. വളരെ പ്രധാനപ്പെട്ട ചില പ്രധാനപ്പെട്ട അസുഖങ്ങൾക്ക് ചില ഡോക്ടർമാരെ കാണേണ്ടി വരും. അപ്പൊ ചില സ്വകാര്യ ആശുപത്രികളിൽ ചിലർക്ക് കൊണ്ടി വരും, ചില ഡോക്ടർമാരെ കാണേണ്ടി വരും. അല്ല, എന്തുകൊണ്ട് കോൺഗ്രസും ബി.ജെ.പിയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സൗജന്യ ചികിത്സയില്ല, സൗജന്യ വിദ്യാഭ്യാസം ഇല്ല? എന്തുകൊണ്ട് ഭൂപരിഷ്കരണം നടപ്പാക്കുന്നില്ല? എന്തുകൊണ്ട് സംവരണം അട്ടിമറിക്കപ്പെടുന്നു? സംവരണം അട്ടിമറിക്കപ്പെടുന്നു. ഒരു വസ്തുതാപരമായിട്ടുള്ള തിരുത്ത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. ഇ.എം.എസ്. ഗവൺമെന്റ് അല്ല കേരളത്തിൽ ഭൂപരിഷ്കരണം. അത് ശുദ്ധാസബന്ധാണ്, തെറ്റാണ്, നുണയാണ്. അതായത് തെറ്റാണ്, നുണയാണ്. കാർഷിക പരിഷ്കരണം ബില്ല് നടപ്പിലാക്കിയത് ഗൗരിയമ്മയാണ് പൈലറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഇത്ര വലിയ തള്ള് ഇതുപോലത്തെ മാധ്യമത്തിൽ വന്ന് പറയരുത്. ഇത്ര വലിയ തള്ള് ബി.ജെ.പിയുടെ പ്രതിനിധി ഒരു മാധ്യമത്തിൽ വന്ന് പരസ്യമായി പറയരുത്. ഇ.എം.എസും ഗൗരിയമ്മയാണ് ഭൂപരിഷ്കരണം നടപ്പാക്കിയത്. കൊണ്ടുവന്ന് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി. കൊണ്ടുവന്ന് പ്രധാന ഘടകല്ലേ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ബഡ്സ് കൊണ്ടുവന്ന് ഞങ്ങളാ. അതിന് ഒരു മുറി വന്ന് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. അതെ, അത് ഉമ്മൻചാണ്ടി പൂർണ്ണമായും ഒരു മുറി മാത്രം
ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്തായാലും ഓക്കേ. എനിക്കറിയാം. ആ കെട്ടിടം എനിക്കറിയാം. ഞാൻ ഇല്ല, ഒരു മുറിന്നാണ് അന്ന് താൽക്കാലികമായി ഒരു മുറിയാണ്. അതായത് അന്ന് ആ കെട്ടിടം എന്തായാലും ആരോഗ്യപൂർവ്വമായ അതെ, ബഡ്സ് സ്കൂളിന്റെ കെട്ടിടമൊക്കെ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ അവകാശവാദം ഉണ്ടല്ലോ, NH66 ഗെയിൽ പദ്ധതി, കേരയിൽ. വിഴിഞ്ഞം പദ്ധതി, ഇവിടുത്തെ മെട്രോ റെയില്, ഇതൊക്കെ ഇവരെന്നെ തുടങ്ങിയതും അവസാനിപ്പിച്ചതും. അതൊക്കെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ തന്നത് കടമാണ്, പലിശ അടയ്ക്കാൻ എല്ലാ പദ്ധതിയും കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി അത് നടപ്പിലാക്കി അല്ല, അല്ല, അത് ഉദ്ഘാടനം ചെയ്തവര് 10 കൊല്ലമായില്ലേ പിണറായി ഭരിക്കുന്നു. ഉമ്മൻചാണ്ടി 10 കൊല്ലം മുമ്പല്ലേ ഈ പരിപാടിക്ക് പോകുന്നതല്ലേ? 10 കൊല്ലമായി കേരളത്തിൽ. അല്ല, ചില ആളുകൾ തുടക്കം കുറിച്ചിടണ്ടേ ചില ആളുകൾ തുടക്കം കുറിച്ചിടണ്ടേ 10 കൊല്ലമായിട്ട് കേരളത്തില് ബഡ്സ് അവര് തുടക്കം കുറിച്ചു നടപ്പിലാക്കിയത് ഇവര്. അപ്പൊ അവരത് ആ 10 കൊല്ലമായിട്ട് ബഡ്സ് സ്കൂളും ഇതൊക്കെ ഞാനൊരു കാര്യം കൂടി ചോദിക്കുന്നു. ഇവിടെ കേരളത്തിലെ 77 ലക്ഷം ഒരു മിനിറ്റ് അങ്ങനെയാണെങ്കിൽ ഇവര് കൊണ്ടുവന്നതാണ് കാര്യമെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം നടപ്പിലാക്കിയത് ഞങ്ങളാ. വിഴിഞ്ഞം പ്രോജക്റ്റും മെട്രോ റെയിലും ഇതെല്ലാം UDF സർക്കാരാണ് നമ്മുടെ ജയില്. അതെ അതെ കേരളത്തിലെ എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യം കൂടി പറയട്ടെ. കേരളത്തിലെ 77 ലക്ഷം കുടുംബമുണ്ട്. 62 ലക്ഷം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതിന് 2000 കൊടുക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് എവിടെ കൊടുക്കണു? എല്ലാ ഒറ്റ സംസ്ഥാനത്ത് കൊടുക്കണില്ല. ആര് പറഞ്ഞു? ഒറ്റ സംസ്ഥാനത്ത് കൊടുക്കണില്ല. ഇത് നിങ്ങൾ പാർട്ടി ക്ലാസ്സിൽ കേട്ട കാര്യം പറഞ്ഞില്ല. കേരളത്തെക്കാൾ കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം പെൻഷൻ 2000 വീതം മാസം കൊടുക്കുന്നു. കൊണ്ടുവന്ന ആളെ അവിടേക്ക് ചോദിക്കേണ്ടത് അവിടേക്ക് ചോദിക്കേണ്ടത് മീഡിയേറ്റർ പക്ഷപാതം പിടിക്കരുത്. ജേക്കബ് സാർ മീഡിയേറ്റർ പക്ഷപാതം പിടിക്കരുത്. 1980 EK നയനാരാണ് ആരംഭിച്ചത്. എന്ത് തന്നെയാണെങ്കിലും 3 രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ സേവിക്കാൻ വേണ്ടി തന്നെയാണ് ജനങ്ങൾ ഒരു ദിവസം വന്ന് രാജാവാകുന്നത്. ജനൻ രാജാവാകുന്ന ദിവസം യഥാർത്ഥത്തിൽ നിങ്ങൾ സേവകരാവാൻ വേണ്ടി തന്നെയാണ്. അത് പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രബുദ്ധ കേരളം തന്നെയാണ്. ആ രാഷ്ട്രീയ പാർട്ടി ആര് തന്നെയാവട്ടെ, അത് LDF ആവാം, UDF ആവാം, ഭാരതീയ ജനതാ പാർട്ടി ആവാം, നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണെങ്കിലും നാടിന്റെ വികസനമാണ് അവർ സ്വപ്നം കാണുന്നത്. അത് കാർഷിക മേഖലയും സാംസ്കാരിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഒപ്പം തന്നെ ഓരോ സമസ്ത മേഖലയിലൂടെ കടന്നു പോകുമ്പോഴാണ് കൂടുതൽ വികസനത്തിലേക്ക് വരുന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പാർലവും അവണിശ്ശേരിയും മല്ലച്ചിറയും എല്ലാം സമഗ്രമായൊരു വികസനത്തിലേക്ക് വരുമ്പോഴാണ് പുതുതലമുറയ്ക്ക് അത് ഗുണം വരുന്നത്. ഈ ഒരൊറ്റ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചർച്ചയുടെ വഴിതെറ്റി പോകുന്നതല്ല. പുതുതലമുറകൾക്ക് രാഷ്ട്രീയം അത്ര കണ്ട് പദ്യമല്ല എന്ന് തോന്നുന്ന കാലമാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പറഞ്ഞുകൊണ്ട് ഈ തൽക്കാലം അരാഷ്ട്രീയവാദത്തിലേക്ക് അത് വലിയൊരു കാര്യമാണ്. കേവലം സെബിസാറും ഈ ജേക്കബ് സാറും ഹരിസാറും വന്നിരിക്കുന്നത് പോലെ അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ മീഡിയ4 ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആര് വന്നിരിക്കുമെന്ന് വലിയൊരു ചോദ്യചിഹ്ന. അത് വലിയൊരു ചോദ്യചിഹ്ന. ഇതുപോലൊരു ചർച്ച ഞങ്ങൾ നടത്തുമ്പോൾ ആര് ഇതുപോലൊരു 3 സീറ്റിൽ വന്നിരിക്കണമെന്ന് ഞങ്ങള് ഓടി നടക്കും. എനിക്ക് കുറച്ചുകൂടി കാലം ചിലപ്പോൾ ഇരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് പുതുതലമുറകൾ രാഷ്ട്രീയത്തിൽ നിന്ന് അരാഷ്ട്രീയവാദമാണ് അവര് ചിന്തിക്കുന്നത്. എന്തിന് ഞങ്ങൾ കുത്താൻ പോണം, ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നു, ഞങ്ങൾ പഠിക്കുന്നു. തെറ്റിദ്ധാരണ അത് മാറേണ്ടത് പ്രബുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ ജനകീയമായ സേവനമാണ്. യുവാക്കൾക്ക് പുതിയ പദ്ധതികൾ കൊണ്ടുവരണം, പുതിയ തൊഴിലിടങ്ങൾ കണ്ടെത്തണം, നാടിന്റെ വികസനമാകണം. ഈ വികസന പ്രവർത്തനങ്ങളുടെ അവരുടെ കുടുംബവും നാടും ഒക്കെ വികസിക്കണം. അവർ നാട് കടന്നു പോകാനല്ല ആഗ്രഹിക്കുന്നത്, അവർക്ക് നാട്ടിൽ നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ചെയ്താൽ മതിയാവും. എന്ത് തന്നെയാണെങ്കിലും എല്ലാ ഭാവങ്ങളും നേരിടുകയാണ്. ഒറ്റ വാക്കുകൊണ്ട് തല്ലുകൂടണ്ടാട്ടോ. എത്ര സീറ്റ് കിട്ടും? ആ കാര്യത്തിൽ ഞാൻ ചോദിക്കണം, എത്ര സീറ്റ് കിട്ടും? ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോ 14 സീറ്റാണ് ഉള്ളത്, 14 ഡിവിഷനാണ് ഉള്ളത്. അതിലൊരു അമ്മാടത്ത് നിൽക്കുന്നുണ്ട്. അമ്മാടൻ ഡിവിഷനിൽ ഞാൻ മത്സരിക്കുന്നുണ്ട്. നേരത്തെ 2005-ലും 2010-ലും അവിടുന്ന് മത്സരിച്ച് ഞാൻ ജയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവിടെ 14-ൽ 9-10 സീറ്റ് ഇപ്രാവശ്യം LDFന് കിട്ടി. LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. അവിടെ ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഈ പാർലത്തും അതുപോലെ തന്നെ ചേർപ്പിലും ഒരു അട്ടിമറി വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഇപ്രാവശ്യം 10 സീറ്റെങ്കിലും കിട്ടി ഏറ്റവും ഒറ്റ കക്ഷിയായി ഞങ്ങൾ തിരിച്ചു വരും എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത്. പാർലത്തല്ലേ ഏറ്റവും ശക്തമായ മത്സരം? നല്ല മത്സരം പാർലത്തുണ്ട്, ചേർപ്പിലുണ്ട്, വല്ലച്ചിറയിലുണ്ട്, അവണിശ്ശേരിയിലുണ്ട്. 4 സ്ഥലത്ത് നല്ല ശക്തമായ മത്സരമാണ്. ഞങ്ങൾ എന്തൊക്കെ മൈനസ് വന്നാലും 10 സീറ്റ് കിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഓബിയസ്ലി അതിന്റെ ഉള്ളിൽ തന്നെ പാർട്ടി ഓഫീസിൽ പോയിരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം പോലെ പകുതിയായപ്പോ കണ്ടില്ല, പകുതിയായപ്പോ കണ്ടില്ല. ഈ പ്രാവശ്യം ഫുൾ ടൈം ഉണ്ടാവണം. പകുതിയായപ്പോഴത്തേക്കും കോൺഗ്രസിന്റെ പ്രതിനിധികളെ ഞങ്ങൾ ആരും കണ്ടില്ല. അത് പാടില്ല കേട്ടോ. അല്ല, തോൽവി തോൽവിയുടെ നിൽക്കണേ, ഞങ്ങൾ പ്രതികരിച്ചൂടെ? ചർച്ച ചെയ്യണ്ടേ? ശരി, ഇത് 10 വാക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. എല്ലാവരും ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു പറയില്ല, ഞാൻ പറഞ്ഞു ശരിയില്ലെന്ന് ചോദിച്ചേക്കും. 10 കഴിഞ്ഞപ്പോ കണ്ടില്ല, 10 കഴിഞ്ഞപ്പോ ആൾ മുങ്ങി. പാടില്ല. ശരി, 13-ാം തീയതി ഞാൻ അങ്ങനെയാണ് പറഞ്ഞു ശരി, തുടങ്ങിയത്. ആയിക്കോട്ടെ. അപ്പോഴാണ് അവിടെ പഴയ കാര്യം ഓർത്തുപോയി. അപ്പൊ എന്തായാലും 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന തരത്തിൽ ഒരു വലിയ താമര കൊടുങ്കാറ്റ് ചേർപ്പ് മേഖലയിൽ വീശും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചേർപ്പ് ബ്ലോക്കിന്റെ ഭരണം ഞങ്ങള് 14, 15, 14-ൽ 12, 11 ഒന്നും പറയുന്നില്ല. 8 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി നേടും. അവണിശ്ശേരിയിലും ചേർപ്പിലും പാർലത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും 13-ാം തീയതി നിർണായക ഘടകമായി മാറും. തീർച്ചയായിട്ടും. എന്തായാലും എല്ലാവിധ ആശംസകളും. 13-ാം തീയതി എന്തായാലും ഏകദേശം ഒരു 10 മണി 10:30 ഏകദേശം ചിത്രം മനസ്സിലാവും. 11 മണിയോടുകൂടി ഏകദേശം ഒക്കെ നമുക്ക് പിക്ചറുകൾ മനസ്സിലാവും. പിന്നെയും കുറച്ചുകൂടി അവസാനിക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഏകദേശം 1 മണിയോടുകൂടി തന്നെ അതിന്റെ ചിത്രവും വ്യക്തമാവും. എന്തായാലും ചിത്രങ്ങൾ വ്യക്തമാവട്ടെ, താമരകൾ വിരിയട്ടെ, മൂവർണ്ണക്കൊടി പാറട്ടെ, ചെങ്കുടി അങ്ങനെ അല്ലേ വീശി നിൽക്കട്ടെ, പാറി പറക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങനെയാണ് ആശംസിക്കാൻ കഴിയുന്നത്. കാരണം ഈ 3 പേരും ചിരിച്ച് ഞങ്ങൾ ഇരിക്കുന്നത് നമ്മുടെ സൗഹൃദമാണ്. കാണുന്ന പ്രേക്ഷകർക്ക് തോന്നും ഇവരെന്ത് തല്ലുകൂടിയാണ്. ഈ തല്ലുകൂടലൊന്നും ഇല്ല, ഇതൊക്കെ സൗഹൃദ സദസ്സാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇത്തരം ചർച്ചകളിലൂടെ പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുന്ന ആ ആശയങ്ങൾ ആര് തന്നെ പ്രവർത്തനത്തിൽ വരട്ടെ, അത് BJP ആണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും ആര് പ്രവൃത്തി പദത്തിലേക്ക് വന്നാലും ഈ 3 പേര് വെക്കുന്ന നല്ല ആശയങ്ങളുണ്ടെങ്കിൽ അതങ്ങ് ഒപ്പിയെടുത്തേക്കണം. പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് അത് പ്രാവർത്തികമാക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ഈ നാടൊക്കെ വികസിക്കുകയുള്ളൂ. അത്തരത്തിൽ എല്ലാവിധ ഭാവുകളും നേരുന്നു. തെരഞ്ഞെടുപ്പ് ഏറ്റവും മനോഹരമായി തീരട്ടെ. തെരഞ്ഞെടുപ്പ് നാളെ 11-ാം തീയതി നടക്കും. ഫലം 13-ാം തീയതി വരും. അതിനുശേഷം നമ്മളെല്ലാവരും കാണേണ്ടവരാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഞങ്ങൾ അത് തന്നെയാണ് പറയാനുള്ളത്. ഇതെല്ലാം ഇവിടെ കഴിയും. നാളെയും നമ്മൾ ഒരുമിച്ച് പോകണം. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, സ്വാതന്ത്ര്യങ്ങളുണ്ട്, പ്രവൃത്തിബോധമുണ്ട്. അതിനപ്പുറമാണ് സൗഹൃദം എന്നതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തദ്ദേശപ്പോര് ഇവിടെ സമാപിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മനോഹരമായ വേദിയിലേക്ക് ഇതുപോലെ കൊടുക്കുന്ന സ്നേഹത്തോടെയുള്ള കൈകൊടുക്കലുകളും ഇതുപോലെയുള്ള സ്നേഹത്തോടെയുള്ള കൈകൊടുക്കലും ചിരികളും എല്ലാം കേരള രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ചേർപ്പിലും വല്ലച്ചിറയിലും അവണിശ്ശേരിയിലും പാറളത്തുമെല്ലാം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെ സ്നേഹത്തോടുകൂടി ഞങ്ങളും കൈനീട്ടുന്നു പ്രേക്ഷകർക്കായി. വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.